ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ ഒന്നിനെ പറ്റി നോക്കുകയാണെങ്കിൽ ട്രോഫി ഫിഷിനെ പറ്റിയിട്ടാണ്. സോ അപ്പോൾ അതിന് മുന്നേ നമ്മൾ ആക്ച്വലി സെയിം ടോപ്പിക്കിൽ നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്ത് ആക്ച്വലി അത് അച്ചീവ് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ പോകുന്നത്. അതായത് നമ്മൾ നേരത്തെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ട്രോഫീസ് ആണ്. സോ നമുക്കെന്നാൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്നതിപ്പോൾ എന്തായാലും അച്ചീവ് ചെയ്യാന്നുള്ള രീതിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എന്തായാലും അധികം വൈപ്പ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ അറ്റാക്ക് എടുക്കാം. സോ നോക്കുകയാണെങ്കിൽ ഇത് 2 ആർമി ട്രെയിനാണ്. സോ നമ്മൾ നേരെ അറ്റാക്ക് എടുക്കുകയാണ്. സോ നമ്മുടെ ഇന്നത്തെ എയിം എന്താ നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി മാക്സിമം ട്രോഫീസ് ഉള്ള ബേസ് നോക്കി അറ്റാക്ക് ചെയ്യുക. ആൻഡ് ആക്ച്വലി അതിന് തന്നെ നല്ല രീതിക്ക് സ്റ്റാർ ഏൺ ചെയ്യുക. സോ നോക്കുകയാണെങ്കിൽ ഇപ്പം അത്യാവശ്യം നല്ലൊരു ബേസ് വന്നിട്ടുണ്ട്. സോ നമ്മുടെ സെയിം ലെവലാണ്. ഞാൻ ലൈറ്റിംഗ് സ്പെല്ല് വെച്ച് ആക്ച്വലി എയർ ഡിഫൻസ് കട്ട് ചെയ്യുക നോക്കുകയാണ്. സോ അത്യാവശ്യം നല്ല രീതിക്ക് ഡാമേജ് ആയിട്ടുണ്ട്. സോ ഇത് വാൾ ബ്രേക്ക് ചെയ്തു. നമ്മുടെ ബാക്കിയുള്ള ജെയിൻസിനെ മൊത്തം അങ്ങനെ ഇറക്കി കൊടുക്കാം കേട്ടോ. സോ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ വിസാ ടവർ ഉണ്ട്. സോ ജസ്റ്റ് ഡിസ്ട്രാക്ട് ചെയ്തു, ബാക്കിയുള്ള ലൂൺസ് മൊത്തം ഇപ്പുറത്ത് ഇറക്കി കൊടുത്തു. സോ ആക്ച്വലി നല്ലൊരു വാല്യൂ അവിടെ സെറ്റ് ചെയ്ത് തരും. സോ അത് നോക്കുകയാണെങ്കിൽ നമ്മുടെ എയർ ഡിഫൻസ് കട്ടായിട്ടുണ്ട്. നമ്മുടെ അനദർ ആർച്ചർ ടവർ കട്ട്, ഇനി ഒരു ആർച്ചർ ടവറും കട്ടായിട്ടുണ്ട്. സോ എയർ അറ്റാക്കിങ് ഡിഫൻസ് തന്നെ കിട്ടിയിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഡിഫൻസും കിട്ടാനായി. ഇനി ഒരു മൊർട്ടാർ മാത്രം ലെഫ്റ്റ്. ഓക്കെ ഗൈസ്, എല്ലാ ഡിഫൻസും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ക്ലിയറൻസ് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ വിസാർട്സിന് ഇറക്കി കൊടുത്തു, ആർച്ചേഴ്സിന് ഇറക്കി കൊടുത്തു. ഇനി ജസ്റ്റ് അറ്റാക്ക് വന്ന് 3 സ്റ്റാർ ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത ആവശ്യമുള്ള ഗൈസ്. സോ നോക്കുകയാണെങ്കിൽ 50%. നമ്മുടെ ജെയിൻസ് ആക്ച്വലി TH എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് 53. സോ 2 മിനിറ്റിനടുത്ത് നമുക്ക് ലെഫ്റ്റ് ഉണ്ട്. സോ ഈസി ആയിട്ട് നമുക്ക് 3 സ്റ്റാർ ചെയ്യാൻ പറ്റും. സോ നോക്കുകയാണെങ്കിൽ എനിമീസ് കോർണേഴ്സിലൊന്നും ബിൽഡിങ്സ് വെച്ചിട്ടില്ല. സോ നമുക്ക് എന്തായാലും ടൈം ഫെയിലിന് ഒരു ചാൻസ് ഇല്ല. സോ നമ്മൾ ഈസി ആയിട്ട് ഈ ബേസ് 3 സ്റ്റാർ ചെയ്യുന്നതായിരിക്കും. സോ നോക്കുകയാണെങ്കിൽ 86%, ഓൾമോസ്റ്റ് 1.25 മിനിറ്റ് നമുക്ക് ടൈമുണ്ട്. സോ നോക്കുകയാണെങ്കിൽ ഇത് 90%. ഓക്കെ 92%. 3 ബിൽഡിങ്സ് ലെഫ്റ്റ്, 2 ബിൽഡിങ്സ് ലെഫ്റ്റ്, 9800. ഓക്കെ ഫസ്റ്റ് അറ്റാക്ക് നമുക്ക് 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. 27 ട്രോഫീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 250 ട്രോഫീസിനടുത്ത് മതി. സോ നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഒരു 25 ട്രോഫീസ് പ്ലസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് അറ്റാക്ക് പോകുന്നതിന് മുന്നേ നമ്മളിത് ഫസ്റ്റ് ട്രെയിനിങ് പോർഷൻ വെച്ചിട്ട് ആക്ച്വലി ബറാക്സ് ബൂസ്റ്റ് ചെയ്യണം. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ആർമി ട്രെയിനായി കിട്ടും. സോ എന്നാലും നെക്സ്റ്റ് അറ്റാക്ക് എടുക്കുകയാണ്. സോ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഹയർ ബേസാണ് കിട്ടിയത്. നമ്മുടെ ടൗൺ ഹാളിനെക്കാട്ടിലും ഹയർ ലെവലുള്ള ഒരു ബേസാണ് നമുക്ക് കിട്ടിയത്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്തായാലും അങ്ങനെയൊക്കെ ട്രൈ ചെയ്തു, പക്ഷേ ആക്ച്വലി പലതും ഫെയിൽ ആവുമായിരുന്നു. സോ എന്തായാലും ഞാൻ ഇന്നിപ്പോൾ അത് ട്രൈ ചെയ്യുന്നില്ല. ഓൾമോസ്റ്റ് നമ്മുടെ അതേ ലെവൽ അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം ട്രോഫി മറ്റു കാര്യങ്ങളൊക്കെ വാല്യുബിൾ ആയിട്ടുള്ള ബേസ് മാത്രം എടുക്കുന്നത്. സോ നമുക്ക് അങ്ങനെ ഒരു ബേസ് എന്തായാലും കിട്ടിയിട്ടുണ്ട്. സോ അത് എഗെയിൻ എയർ ഡിഫൻസിനെ ടാർഗറ്റ് ചെയ്തു. നമുക്ക് അപ്പോഴേക്കും എടുത്ത് കിട്ടിയിട്ടുണ്ട്. സോ ഐസ് ഗോളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, CC ആയിട്ട്. സോ നമുക്ക് എന്തായാലും ഒരു പ്രശ്നമല്ല, നമ്മൾ ജസ്റ്റ് ട്രൂപ്സിനെ സ്ലോ ഡൗൺ ചെയ്യുന്നുള്ളൂ. സോ നമ്മൾ വിസാർട്സിനെ വെച്ചാൽ എന്തായാലും കട്ട് ചെയ്യുകയാണ്. സോ ആക്ച്വലി നോക്കുകയാണെങ്കിൽ വിസാർട്സ് എയർ ഡിഫൻസും ഐസ് ഗോളും എല്ലാം തന്നെ എടുത്ത് തരണം, എന്നാലും നമുക്ക് ആക്ച്വലി അതൊരു വാല്യൂ ആവത്തുള്ളൂ. സോ നമ്മളത് വാല്യൂടെ ശ്രമിച്ചാൽ ആദ്യം വിസാ ടവറിനെ ഡിസ്ട്രാക്ട് ചെയ്ത് ആൻഡ് വിസാ ടവേഴ്സ് എടുത്ത് കിട്ടിയിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടാർഗറ്റിംഗ് ഡിഫൻസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു ലെവലുള്ള ആർച്ചർ ടവറാണ്. സോ നമുക്ക് എന്തായാലും അതൊരു പ്രശ്നമല്ല. നോക്കുകയാണെങ്കിൽ ഐസ് ഗോളം നല്ല രീതിക്ക് ഹെൽത്ത് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രൂപ്സിനെ എല്ലാം തന്നെ ആക്ച്വലി നല്ല രീതിക്ക് ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നോ പ്രോബ്ലം, നമ്മുടെ ലോൺസ് ആണ് ബാക്കി. സോ എന്തായാലും നമുക്ക് ഈ അറ്റാക്ക് 3 സ്റ്റാർ ആവും. സോ അഗെയിൻ ഒരു 27 ട്രോഫീസ് നമുക്ക് കിട്ടുന്നതാണ്. സോ നോക്കുകയാണെങ്കിൽ ഈ ബേസിലും കോർണേഴ്സിലും ഒന്നും തന്നെ ഇല്ല. സോ അപ്പോൾ ഈസി ആയിട്ട് ഈ ബേസും നമ്മുടെ ട്രൂപ്സ് 3 സ്റ്റാർ ചെയ്ത് തരുന്നതായിരിക്കും. സോ അതുവരെയ്ക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഗൈസ്. ഇതിൻ്റെ ഈ ഐസ് ഗോളം നമ്മുടെ അനദർ ഗ്രൗണ്ട്സിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അതിൻ്റെ ഹെൽത്ത് ഡൗൺ ആവാനായിട്ടുണ്ട്. പക്ഷെ കാര്യമില്ല, നമുക്ക് ആക്ച്വലി എന്തായാലും അത് ഓക്കെ അതെന്തായാലും നമ്മുടെ വിസാർഡ് എടുത്ത് തന്നു. പക്ഷേ നമുക്ക് ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കൊരു പ്രശ്നമില്ല, കാരണം നമ്മുടെ ലോൺസ് ഉണ്ട്. സോ അതുകൊണ്ട് അത് ഐസ് ഗോളം നമുക്ക് എന്തായാലും CCയിൽ വരികയാണെങ്കിൽ നമുക്കൊരു പ്രശ്നമല്ല. അതേ ഒരു ഡ്രാഗനോ ബേബി ഡ്രാഗനൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നല്ല ഇഷ്യൂ ആകും. കാരണം എന്താ വെച്ചാൽ ഒരു ലെവൽ 2 അല്ലെങ്കിൽ ലെവൽ 3 ഡ്രാഗൻ വന്നാൽ തന്നെ നമ്മുടെ ആക്ച്വലി ലെവൽ 2 ലൂൺസിനെയൊക്കെ സിമ്പിളായിട്ട് ഡിസ്ട്രോയ് ചെയ്യും. സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. എൽസ് നമ്മുടെ ഡ്രാഗൺസ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഹീലേഴ്സോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവണം. സോ എന്തായാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ബേസ് 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. 1 more 27 ട്രോഫീസ് നോക്കുകയാണെങ്കിൽ നമ്മൾ 800 ട്രോഫീസ് പാസ് ചെയ്ത് സിൽവർ ലീഗിലോട്ട് പ്ലേസ് ആയിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ നമ്മളിത് നെക്സ്റ്റ് ആർമി ട്രെയിൻ ഇട്ടു. ഒരു 11 സെക്കൻഡ്സ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യണം, എന്തായാലും നമുക്ക് ആവത്തുള്ളൂ. സോ അപ്പോഴേക്കും CC ഫില്ലായി. സോ എന്തായാലും ഞാൻ കളക്ട് ചെയ്തു. പക്ഷേ ഇനി നമുക്ക് 30 മിനിറ്റ്സ് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റൂ. എനിവേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആർമി ട്രെയിനായി. നമ്മൾ നെക്സ്റ്റ് അറ്റാക്ക് എടുക്കുകയാണ്.
സോ ഗൈസ് അനദർ 27 ബേസ്. സോ എന്തായാലും ഞാൻ സ്കിപ്പ് ചെയ്യാണ്, നമ്മളെക്കാളും ഹയർ ലെവൽ ബേസ് ആയതുകൊണ്ട്. സോ ഒരു 20 ട്രോഫി ബേസ് നമ്മുടെ സെയിം ലെവലാണ്, പക്ഷെ അത്യാവശ്യം നല്ല ഡിഫൻസ് ഉണ്ട്. ശരിയാ, സ്നോ പ്രോബ്ലം. ഞാൻ അറ്റാക്ക് എടുക്കുകയാണ്. സോ നമ്മുടെ 2 ആർച്ച് ടവറിൻ്റെ ഇടയിൽ നമ്മൾ ലൈറ്റ്നിങ് സ്പെൽസ് ഇട്ടു. നമ്മുടെ വിസാ ടവറിനെ ഡിസ്ട്രാക്ട് ചെയ്തു. നമ്മുടെ ലൂൺസ് ഇറക്കി കൊടുത്തു. ഇപ്പുറത്തും സെയിം പരിപാടി, നമ്മുടെ ലൂൺസ് ഇറക്കി കൊടുത്തു. ജസ്റ്റ് ഇവിടെ വാൾസ് ഒന്ന് ബ്രേക്ക് ചെയ്ത് കൊടുത്തു. നമ്മുടെ ബാക്കിയുള്ള വിസാർട്സും കൂടെ ഇറക്കി കൊടുക്കുകയാണ്. സോ കോർണേഴ്സിലുള്ള ബിൽഡിങ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി പർച്ചേസിന് ഇറക്കി കൊടുത്തു. സോ സി സിയിൽ നോക്കുകയാണെങ്കിൽ മിനിയൻസ് വന്നിട്ടുണ്ട്. സോ അത് അത്യാവശ്യം മിനിയൻസും നമ്മുടെ എയർ ഡിഫൻസും കൂടി നമ്മുടെ ട്രൂപ്സിന് നല്ല ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. സോ വിസാർഡ് വന്നിട്ട് ആക്ച്വലി അത് എടുത്ത് വന്നിട്ടുണ്ട്. സോ നമ്മുടെ മൊർട്ടാറും കട്ടായതുകൊണ്ട് ഓൾമോസ്റ്റ് ഇതിൽ ഗ്രൗണ്ട് ട്രൂപ്സ് ആണ് വാല്യൂ സെറ്റ് തരാൻ പോകണമെന്ന് എനിക്ക് തോന്നുന്നത്. സോ കാരണം എയർ ഡിഫൻസ് ലെവൽ 3 ആണ്. അത്യാവശ്യം നമ്മുടെ ലൂൺസ് എല്ലാം തന്നെ ഡെഡ് ആയിട്ടുണ്ട്. നമുക്കിനി ആകെ ജെയിൻസും നമ്മുടെ വിസാർഡ്സ് ആണുള്ളത്. സോ എന്തായാലും ഓക്കെ ഗൈസ്, ഹോഗും വാൽക്കറിയും കൂടി CC ആയിട്ടുണ്ട്. സോ അതും ആക്ച്വലി നല്ല രീതിക്ക് ഡാമേജ് ഉണ്ടാക്കും. നമ്മുടെ വിസാർഡ്സ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡ്സിലോട്ടാണ് പോയിരിക്കുന്നത്. സോ നമ്മുടെ ജെയിൻസ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഡെഡ്. പക്ഷെ നമുക്ക് ആക്ച്വലി 1 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് അറ്റാക്ക് ഫെയിൽ ആവത്തില്ല, പക്ഷേ 3 സ്റ്റാർ കിട്ടത്തില്ല എന്നാണ് കരുതുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് 1 സ്റ്റാർ അറ്റാക്കായി. ഓക്കെ, 1 സ്റ്റാർ 61%. സോ അങ്ങനെയായാലും നമുക്ക് 6 ട്രോഫീസ് കിട്ടിയിട്ട് നമ്മളൊന്നും പോകാത്ത കാര്യത്തിൽ നമുക്ക് ആക്ച്വലി നല്ലൊരു കാര്യമാണ്. ഗ്യാസ് നേരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഗൈസ്. ഓൾമോസ്റ്റ് ഒരു 2 മിനിറ്റ് ടൈം എടുക്കും നമ്മുടെ ആർമി ഒന്ന് ട്രെയിൻ ആവാൻ. സോ നോക്കുകയാണെങ്കിൽ ഗൈസ് നമ്മുടെ TH5 നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഡിഫൻസും നമ്മൾ മാക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമ്മുടെ ആർച്ചർ ടവേഴ്സ് ആൻഡ് നമ്മുടെ കളക്ടേഴ്സാണ് അപ്ഗ്രേഡ് ചെയ്യാനുള്ളത്. സോ ബാക്കി ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോറേജൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ മാക്സ് ആക്കി നമ്മളത് പരമാവധി നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒബ്സ്റ്റക്കിൾസൊക്കെ അന്ന് ക്ലിയർ ചെയ്തതാണ്. സോ ഇനിയിപ്പോൾ എന്തായാലും ബിൽഡേഴ്സ് ഫ്രീ ആകുമ്പോൾ മാത്രമേ നമുക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കുകയാണെങ്കിൽ ലൂട്ട് ഫില്ലായിട്ടുണ്ട്. ആൾസ് അപ്ഗ്രേഡ് മാക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി ലൂട്ട്സ് അധികം സ്പെൻഡ് ആയി പോകത്തില്ല. ഇനി ലൂട്ട് സ്പെൻഡ് ചെയ്യാനുള്ള സിമ്പിൾ വേ എന്ന് പറയുകയാണെങ്കിൽ നമ്മളത് ഒബ്സ്റ്റക്കിൾ ക്ലിയറൻസ് മാത്രമാണ്. സോ എന്തായാലും നമുക്ക് ആർമി ട്രെയിൻ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഗൈസ്. സോ ഗൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആർമി ട്രെയിൻ ആയിട്ടുണ്ട്. സോ എന്തായാലും നമ്മൾ നെക്സ്റ്റ് അറ്റാക്കിലോട്ട് പോവുകയാണ്. സോ ഗൈസ് നോക്കുകയാണെങ്കിൽ ഒരു 17 ട്രോഫി ബേസാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഡിഫൻസ് എല്ലാം തന്നെ ഉണ്ട്. പക്ഷേ ഒരു വെൽ ഓറിയൻറ്റഡ് ഡിഫൻസ് ഒന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്തായാലും ട്രൈ ചെയ്യാം. സോ നോക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇവിടെ സെൻറ്ററിലുള്ള നമ്മുടെ എയർ ഡിഫൻസാണ് ടാർഗറ്റ് ചെയ്യുന്നത്. സോ CC ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ എന്തായാലും ഫസ്റ്റ് ഡിസ്ട്രാക്റ്റ് ഇറക്കി കൊടുത്തു. നമ്മുടെ വിസാ ടവറിനെ അങ്ങ് കട്ട് ചെയ്യാണ്. സോ സെയിം നമ്മൾ ഇപ്പുറത്ത് ഇറക്കി കൊടുത്തു. നമ്മൾ എയർ സ്വീപ്പർ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ സൈഡ്സാണ് ബാക്കിയുള്ളതെല്ലാം ഇറക്കി കൊടുക്കുന്നത്. സോ നമ്മുടെ വാൾ ബ്രേക്കേഴ്സ് നമ്മൾ ഇറക്കി കൊടുക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോറിൽ വാൾ ബ്രേക്ക് ചെയ്യാനുണ്ട്. സോ അവിടേക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് സേവ് ചെയ്യാണ്. സോ ഞാൻ കോറിൽ വാൾ ബ്രേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. സോ വാൾ ബ്രേക്ക് ആയില്ല. സോ നോ ഇഷ്യൂ ഗൈസ്. എന്തായാലും നമ്മുടെ ബാക്കിയുള്ള നമുക്കത് എടുത്ത് തരും. സോ നമ്മൾ എല്ലാ ട്രൂപ്സിനും തന്നെ പലയിടത്തായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്യുകയാണ്. സോ കോർണേഴ്സിലുള്ള ബിൽഡിങ്സൊക്കെ നമ്മൾ ഫസ്റ്റ് എടുക്കുകയാണ്. സോ നമ്മൾ ടൈം ഫെയിൽ അവോയ്ഡ് ചെയ്യാം. സോ ഇനി നമ്മുടെ 2 എയർ ഡിഫൻസ് ഉണ്ട്. നമ്മുടെ വിസാർഡ്സ് എല്ലാം തന്നെ ലൈവാണ്. നോക്കുകയാണെങ്കിൽ ഇവിടെ 2 കനോൺസും ലെഫ്റ്റാണ്. സോ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ട്രൂപ്സിനെ ഡാമേജ് ആക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് നോ ഇഷ്യൂ. നമ്മൾ ആക്ച്വലി 1 സ്റ്റാർ എന്തായാലും സെക്യൂർഡ് ആണ്. സോ 3 സ്റ്റാർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആക്ച്വലി ഓഫീസ് ഒന്നും പോകത്തില്ല. സോ സെയിം ആസ് ലാസ്റ്റ് അറ്റാക്ക് നമ്മൾ ഇതും ഒരു 1 സ്റ്റാർ അറ്റാക്കായി പോവുകയാണ്. സോ ഇനിയിപ്പോൾ നമ്മുടെ 2 ആർച്ചേഴ്സ് മാത്രമല്ലേ ഉള്ളൂ. സോ എന്തായാലും ഞാനിപ്പോൾ അറ്റാക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. സോ എന്തായാലും അത് എൻ ബാറ്റിൽ അടിച്ച് നമ്മൾ ആക്ച്വലി എക്സിറ്റ് ആവുകയാണ്. സോ നോക്കുകയാണെങ്കിൽ ഇതിൽ 5 ട്രോഫി നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നോ പ്രോബ്ലം ഗൈസ്. നമ്മുടെ ട്രോഫി ഒന്നും കയ്യിൽ നിന്ന് പോകുന്നതിനെക്കാട്ടിലും നല്ലത് ആക്ച്വലി 5 ട്രോഫി കിട്ടുന്നത് തന്നെയാണ്. സോ എന്തായാലും നമ്മുടെ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ആർമിയും ട്രെയിൻ ആയിട്ടുണ്ട്. സോ അടുത്ത അറ്റാക്ക്. സോ ഒരു 15 ട്രോഫി ബേസ് വന്നിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് എ മാക്സ് ബേസ്. നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വാല്യൂ കിട്ടുന്നു പ്രതീക്ഷിച്ച് നമ്മൾ അറ്റാക്ക് എടുക്കുകയാണ്. സോ ഞാൻ സൈഡിൽ ഫസ്റ്റ് വാൾ ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, വാൾ ബ്രേക്ക് ആയില്ല. നമ്മൾ എന്തായാലും ജെയിൻസിനെ അവിടെ ഇറക്കി കൊടുത്തു. നമ്മൾ വിസാർഡിനെ ഡിസ്ട്രാക്ട് ചെയ്തു. സെയിം നമ്മൾ ഇപ്പുറത്തൊരു ജെയിൻ്റെ മാത്രം ഇറക്കി കൊടുത്തു. നമ്മൾ ബാക്കിയുള്ള വിസാർഡ്സിനെല്ലാം ഇറക്കി കൊടുക്കുകയാണ്. സോ നമ്മുടെ എയർ ഡിഫൻസിനെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ട്രൂപ്സിനെല്ലാം നമ്മൾ ഇറക്കി കൊടുത്തു. സോ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ മൊർട്ടാർ കിട്ടി, നമ്മുടെ വിസാ ടവർ കിട്ടി. ബാക്കിയുള്ള എല്ലാ എയർ ഡിഫൻസും നമുക്ക് ഓൾമോസ്റ്റ് കിട്ടാനായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ എയർ ടാർഗറ്റ് ഡിഫൻസ് എല്ലാം തന്നെ കിട്ടി. നമ്മുടെ CC ഇടയിൽ വന്നു, നമ്മുടെ വിസാർഡ്സ് എടുത്തു തന്നു. സോ കോർണർ ബിൽഡിങ്സ് ഒന്നുമില്ല. ഞാൻ ഇപ്പുറത്ത് ആക്ച്വലി ബാക്കിയുള്ള ട്രൂപ്സിനെല്ലാം തന്നെ ഇറക്കി കൊടുക്കുകയാണ്. സോ ഇനി ഫാസ്റ്റർ ക്ലിയറൻസിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം ഗൈസ്. സോ നമ്മൾ ബാക്കി എല്ലാ ഡിഫൻസും നമ്മുടെ ലൂൺസ് എടുത്ത് തന്നു. ഇനി ആകെ കുറച്ച്
ബിൽഡിങ്സ് മാത്രമേ ലെഫ്റ്റ് ഉള്ളൂ. ഓൾമോസ്റ്റ് 2 മിനിറ്റ്സിന് പ്ലസ് ടൈം നമുക്കുണ്ട്. സോ എന്തായാലും ഇത്ര ടൈം എടുത്താൽ ആക്ച്വലി ഇത് 3 സ്റ്റാർ ആവും. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓൾമോസ്റ്റ് 73% നമുക്ക് കിട്ടിയിട്ടുണ്ട്. 79%. സോ നമ്മുടെ ട്രൂപ്സ് എന്തായാലും അത്ര പെട്ടെന്ന് തന്നെ വാല്യൂ എടുത്ത് തരുന്നുണ്ട്. നമ്മുടെ വിസാർഡ്സാണ് മെയിൻ നല്ല ഹൈ ഡാമേജിങ് ട്രൂപ്സ് പറയുകയാണെങ്കിൽ എല്ലാ വിസാർഡ്സും തന്നെ ലൈവാണ്. സോ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നല്ല ഡാമേജ് എടുത്ത് അതിലോട്ട് പോകുന്നുണ്ട്. സോ എന്തായാലും നോക്കുകയാണെങ്കിൽ 91% ആയിട്ടുണ്ട്. സോ 94%. ഇനി 2 സ്റ്റോറേജ് മാത്രമേ ലെഫ്റ്റ് ഉള്ളൂ. സോ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് അനദർ 3 സ്റ്റാർ. കേസ് നോക്കുകയാണെങ്കിൽ ഒരു 15 ട്രോഫിയാണ് നമുക്ക് ഈ ബേസിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. വലിയ ലൂട്ടൊന്നുമില്ല. നമുക്ക് ആക്ച്വലി ലൂട്ടിൻ്റെ അത്യാവശ്യമില്ല, കാരണം ഓൾറെഡി സ്റ്റോറേജ് എല്ലാം ഫില്ലാണ്. സോ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 832 ട്രോഫീസ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ആർമി ഒന്ന് ട്രെയിൻ ആവണം. അഗെയിൻ ജസ്റ്റ് മിനിറ്റായി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സോ നോക്കുകയാണെങ്കിൽ ഗൈസ് നമ്മുടെ ആർമി ട്രെയിൻ ആയിട്ട് നമ്മൾ നേരെ നെക്സ്റ്റ് അറ്റാക്കിലോട്ട് പോകാം. ഇനി നോക്കുകയാണെങ്കിൽ ഒരു 15 ട്രോഫി ബേസ്. സോ നമുക്ക് എന്തായാലും അറ്റാക്ക് എടുക്കാം. സോ നമ്മുടെ മെയിൻ പ്രശ്നമായ നമ്മുടെ എയർ ഡിഫൻസിലോട്ട് നമ്മൾ ലൈറ്റിംഗ് സ്പെൽസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ നമ്മുടെ മൊർട്ടാർ കിട്ടിയിട്ടുണ്ട്. സോ കോർണേഴ്സിലുള്ള ബിൽഡിങ്സ് നമ്മൾ ഫസ്റ്റ് തന്നെ ക്ലിയർ ചെയ്യാണ്. സോ 3 കോർണറിൽ നമ്മൾ ഓരോ ട്രൂപ്സിനെ വെച്ച് ഡിപ്ലോയ് ചെയ്ത് കൊടുത്തു. സോ നമ്മൾ ജെയിൻസിന് ഇറക്കി കൊടുത്തു. സോ അഗെയിൻ നമ്മൾ ഇപ്പുറത്തെ ഡിസ്ട്രാക്ഷൻ വേണ്ടി നമ്മൾ വാൾ ബ്രേക്ക് ചെയ്തു. സോ ബാക്കിയുള്ള ജെയിൻസിന് ഇറക്കി കൊടുക്കുകയാണ്. സോ കാരണം നമ്മുടെ വിസാട്ടവർ ഡിസ്ട്രാക്ട് ആയതുകൊണ്ട് സോ നമുക്ക് ബാക്കിയുള്ള ട്രൂപ്സിനൊക്കെ അതിന് പെട്ടെന്ന് ഇറക്കി കൊടുക്കാം. സോ കാരണം ഇപ്പുറത്തും അത്യാവശ്യം നല്ല ഡാമേജ് നമ്മുടെ ജെയിൻസ് എടുത്തിട്ടുണ്ട്. നമുക്കത് എയർ ഡിഫൻസ് നല്ല രീതിക്ക് ഡാമേജ് തരുന്നുണ്ട്. സോ നമ്മുടെ വിസാർട്സിനെയും കൂടി പെട്ടെന്ന് ഇറക്കി കൊടുത്ത് നമുക്ക് ആക്ച്വലി കുറച്ച് ഫാസ്റ്റായിട്ട് ആ ഡിഫൻസിനെ എടുക്കാൻ നോക്കാം. സോ ഓക്കെ ഗൈസ്, നമ്മുടെ എയർ ടാർഗറ്റ് ഡിഫൻസ് എല്ലാം തന്നെ നമ്മൾ എടുത്ത് തന്നിട്ടുണ്ട്. സോ ആണെങ്കിൽ ലാസ്റ്റ് ഡിഫൻസായ കനോൺ മാത്രമുണ്ട്. ഓക്കെ, അതും എടുത്ത് കിട്ടിയിട്ടുണ്ട്. സോ 48% നമുക്ക് ഡിഫൻസ് എടുത്ത് കിട്ടുന്നതന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇനി ബാക്കി എന്തായാലും നമുക്ക് 3 സ്റ്റാർ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. സോ എന്തായാലും നമുക്ക് CC വരാത്തത് നമുക്കൊരു നല്ല ഒരു ഹെൽപ്പായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ TS5 ഓൾമോസ്റ്റ് 15 ആണ് സ്പേസ് എന്ന് പറയുന്നത്. സോ 15 സ്പേസിൽ ആക്ച്വലി ഒരു ബേബി ഡ്രാഗൺ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആക്ച്വലി ഒരു ലൂൺ അല്ലെങ്കിൽ ഒരു വിസാടൊക്കെ വരാൻ ചാൻസ്. സോ ബേബി ഡ്രാഗൺ വിത്ത് വിസാടൊക്കെ വരികയാണെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് പണി കിട്ടും. കാരണം ലൂൺസ് ആണ് നമ്മുടെ മെയിൻ കോമ്പിനേഷൻ പറയുന്നത്. ബാക്കി നമ്മുടെ ഒരു 8 വിസാടേ ഉള്ളൂ. സോ വിസാടത്തിനെ കൊണ്ട് മാക്സിമം ബേബി ഡ്രാഗനെ ഹോൾഡ് ചെയ്ത് നിർത്താം കുറച്ച് നേരം, അത്രേ പറ്റത്തുള്ളൂ. നമുക്ക് ആക്ച്വലി അത് എടുക്കാൻ പറ്റത്തില്ല. സോ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും 3 സ്റ്റാർ കിട്ടി. സോ ഫസ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ബേബി ഡ്രാഗനെ പറ്റിയിട്ടാണ്. സോ നമുക്ക് വിസാഡ് വെച്ച് നമുക്ക് കുറച്ച് നേരം ഹോൾഡ് ചെയ്യാം ബേബി ഡ്രാഗനെ, അത്രേ ഉള്ളൂ. അത്യാവശ്യം കുറച്ച് ഡാമേജ് നിർത്തിക്കാം. അല്ലാതെ നമുക്ക് ആക്ച്വലി അതിനെ പൂർണ്ണമായിട്ട് കൊല്ലാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ ഹെൽത്ത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫസ്റ്റ് ലെവൽ അൺലോക്ക് ആകുമ്പോൾ തന്നെ 1200 ഹെൽത്താണ്. സോ നമ്മുടെ ഏകദേശം ഒരു വിസാഡിൻ്റെ ഡാമേജ് നോക്കുകയാണെങ്കിൽ 70 ഉള്ളൂ. സോ 70 എത്ര വരുന്നു നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആക്ച്വലി ഓൾമോസ്റ്റ് 10 മടങ്ങ് 15 മടങ്ങിനടുത്താവും നമ്മുടെ ബേബി ഡ്രാഗൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത്. സോ അതിന് നമ്മളൊരു 20 വിസാഡ് നമ്മളൊരു ടൈമിൽ ഇറക്കി കൊടുക്കണം കണ്ടിന്യൂസ് ആയിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആക്ച്വലി ബേബി ഡ്രാഗനെയൊക്കെ കൊല്ലാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു 6-7 വിസാഡ് വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ എന്നാലും പറഞ്ഞുകൊണ്ടിരുന്ന ടൈമിൽ തന്നെ നമ്മുടെ അടുത്ത ആർമി ട്രെയിനായി. സോ നെക്സ്റ്റ് ആർമി ഇതേ ട്രെയിനിങ്ങിനിട്ടു. നമ്മൾ നെക്സ്റ്റ് അറ്റാക്ക് എടുക്കുകയാണ്. ഓക്കെ ഗൈസ്, ഒരു 16 ട്രോഫി ബേസ്. സോ നമ്മൾ എന്തായാലും അറ്റാക്ക് എടുക്കുകയാണ്. സോ വിസാ ടവറിലോട്ടാണ് ഞാൻ ഇപ്രാവശ്യം ലൈറ്റ്നിങ് ഡിപ്ലോയ് ചെയ്യുന്നത്. സോ കാണിയാൽ അത്യാവശ്യം നല്ല ഡാമേജ് എടുത്തിട്ടുണ്ട്. സോ നമ്മൾ ജെയിൻസിന് ഇറക്കി കൊടുത്തു, വാൾ ബ്രേക്കിംഗ് ചെയ്യുകയാണ്. സോ നമ്മളിപ്പുറത്ത് മൊർട്ടാറുണ്ട്. ആക്ച്വലി നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. സോ എന്തായാലും ഞാൻ ഇപ്പോഴത്തെ സൈഡ്സിൽ ജെയിൻസിന് ഇറക്കി കൊടുക്കുകയാണ്. സോ അത് ആക്ച്വലി അപ്പുറത്തൊരു നല്ല കവർ ഡിഫൻസായിട്ട് ആക്ട് ചെയ്യും. വേറെ സൈഡിലോട്ട് ലൂൺസും ഒരു കവറിനായിട്ട് നമ്മുടെ എയർ ഡിഫൻസ് എടുത്ത് നമുക്കൊരു കവറായിട്ട് യൂസ് ചെയ്തു. സോ നമ്മുടെ മൊർട്ടാർ എന്തായാലും ഫിനിഷ് ആകുന്നവരെ നമ്മൾ ആക്ച്വലി വിസാർഡ്സിനെ ഹോൾഡ് ചെയ്യാം. സോ കാണി നമ്മുടെ എയർ ഡിഫൻസ് ഓൾമോസ്റ്റ് കിട്ടാനായിട്ടുണ്ട്. സോ നമ്മൾ വിസാർഡ് ടവർ കിട്ടി. എന്തായാലും എയർ ഡിഫൻസാണ് നമുക്കിനി അവസാനത്തെ പ്രശ്നം എന്ന് പറയുന്നത്. നോക്കുകയാണെങ്കിൽ നമ്മുടെ ജെയിൻസ് അവിടെ വാൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ കാണി ഒരു മൊർട്ടാർ മാത്രം ലെഫ്റ്റ്. സോ എന്തായാലും ഡിസ്ട്രോയ് ആയിട്ട് മാത്രമേ ഞാൻ വിസാർഡ്സിന് ഇറക്കുന്നുള്ളൂ. സോ ഓക്കെ മൊർട്ടാർ കിട്ടി. നമ്മുടെ ഈ കോർണേഴ്സിൽ ബിൽഡിങ്സ് ഒന്നുമില്ല. സോ അന്ന് വിസാർഡ്സിന് ഇവിടെ ഇറക്കി കൊടുക്കുകയാണ്. സോ ഇപ്പുറത്തും അതുപോലെ തന്നെ പെട്ടെന്ന് ക്ലീനപ്പ് ട്രൂപ്സിനെല്ലാം തന്നെ ഇറക്കി കൊടുക്കുകയാണ്. സോ നമുക്ക് എന്തായാലും അറ്റാക്ക് പെട്ടെന്ന് തന്നെ 3 സ്റ്റാർ ആക്കാം. ആക്ച്വലി 43% നമുക്ക് ആയിട്ടുള്ളൂ. സോ 55% നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മൾ വിസാർഡ്സ് ഡാമേജ് എടുത്തിരുന്ന് കാണുന്നുണ്ട്. സോ നമ്മൾ വിസാർഡ്സിന് ഇറക്കി ഏകദേശം ഒരു 10 സെക്കൻഡ് ആകുമ്പോഴേക്ക് തന്നെ നമുക്ക് ആക്ച്വലി നല്ല രീതിക്ക് ഡാമേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ആയിട്ടുണ്ട്. സോ അങ്ങനെ 73%, 76%,
79% നമ്മുടെ വിസാർട്സ് നല്ല രീതിക്ക് ഡാമേജ് എടുത്തിരുന്നിട്ട്. സോ TS5 എന്തായാലും എല്ലാവരും ഏത് ആർമി കോമ്പോ എടുത്താലും വിസാർട്സിനെ യൂസ് ചെയ്യുക. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു CC വന്നു കഴിഞ്ഞാൽ ആക്ച്വലി വിസാർട്സ് മാത്രമേ ഉള്ളൂ CC ഒക്കെ ടാർഗറ്റ് ചെയ്യാൻ. ഡിഫൻസ് CC ഒക്കെ വരികയാണെങ്കിൽ ആക്ച്വലി വിസാർട്സ് മാത്രമേ നമ്മുടെ റേഞ്ചിങ് എയർ അറ്റാക്കിങ് യൂണിറ്റ്സ് ഉള്ളൂ. സോ നമ്മുടെ ബാക്കി ആർച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്കത് ആക്ച്വലി അത്രത്തോളം CCക്ക് ഡാമേജ് ഒന്നും വരുത്തിക്കില്ല. പിന്നെ ആക്ച്വലി വാൽക്കരിയൊക്കെ പോലുള്ള ട്രൂപ്സ് വരികയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പണി കിട്ടും. കാരണം വിസാർട്സ് ഉണ്ട് കണ്ടൊന്നും കാര്യമില്ല. വാൽക്കരി അത്രത്തോളം ഡാമേജാണ്, അത് ഏരിയ സ്പ്ലാഷ് ഡാമേജാണ്. സോ നല്ല രീതിക്ക് തന്നെ വാൽക്കരി ഡാമേജ് ഉണ്ടാക്കി തരും. എന്തായാലും വാൽക്കരിയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ആക്ച്വലി അറ്റാക്കിന് പോകുമ്പോൾ മാക്സിമം ഒരു CC റിക്വസ്റ്റ് ഇട്ട് വയ്ക്കുക. ബേബി ഡ്രാഗൺ, മിനിയൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൈലബിളായിട്ടുള്ള CC തന്നെ നമുക്ക് ആക്ച്വലി റിക്വസ്റ്റ് ഇട്ട് വയ്ക്കുക. സോ അപ്പോൾ നമുക്ക് TS6 എത്തുമ്പോൾ ആക്ച്വലി അതിനൊരു റിക്വസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു പണി നമുക്ക് കുറഞ്ഞു കിട്ടും. അതെന്താണ് നമ്മളപ്പോൾ പറയാം. സോ എന്തായാലും നമുക്കിനി ആർമി ട്രെയിൻ ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ ആർമി അഗൈൻ ട്രെയിൻ ആയിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 100+ ട്രോഫീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ എന്തായാലും അറ്റാക്ക് ചെയ്തും തന്നെ ഫെയിലായിട്ടില്ല. അറ്റുള്ള 1 സ്റ്റാർ അറ്റാക്സ് ഉണ്ട്. സോ എന്തായാലും നമുക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല എന്നെന്തായാലും. കാരണം നമ്മുടെ ഇന്ന് ട്രോഫീസ് ഒന്നും പോയിട്ടില്ല. ഓൾമോസ്റ്റ് 5-6 ട്രോഫീസ് വെച്ച് നമുക്ക് കിട്ടിയുള്ളെങ്കിലും നോ പ്രോബ്ലം. സോ നമ്മൾ തന്നെ നെക്സ്റ്റ് അറ്റാക്ക് എടുക്കുകയാണ്. സോ കാണുന്നത് 20 ട്രോഫി ബേസ്. സോ നോക്കുകയാണെങ്കിൽ ഗൈസ് എല്ലാ ഡിഫൻസും തന്നെ ലെവൽ 1 ആണ്. സോ എന്തായാലും ഞാൻ വിസാ ടവറാണ് ഇപ്രാവശ്യം ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഡാമേജ് ആയിട്ടുണ്ട്. സോ നമ്മൾ ജെയിൻസിനൊക്കെ കൊടുത്തു, ജസ്റ്റ് വാൾ ബ്രേക്ക് ചെയ്തു. സോ നമ്മുടെ ജെയിൻസ് ഡിഫൻസിലോട്ടും ടാർഗറ്റായി പോയിട്ടുണ്ട്. സോ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ ലൂൺസ് അവിടെ സ്പാം ചെയ്ത് വിടുകയാണ്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം എടുത്ത് കിട്ടുന്നതാണ്. സോ വിസാർട്സിന് ഞാൻ സ്പാം ചെയ്തു, ആർച്ചേഴ്സിനെ സ്പാം ചെയ്തു, ഇപ്പുറത്തും ഒരു വിസാർഡിനെ സ്പാം ചെയ്ത് വിട്ടിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പുറത്തെ സൈഡ് ഇറക്കി വിടാൻ കാരണം നമ്മുടെ ഡിഫൻസൊക്കെ ഓൾമോസ്റ്റ് ഇപ്പുറത്തെ സൈഡത്തെ ഡെഡ് ആയിട്ടുണ്ട്. സോ നമ്മുടെ ലൂൺസ് എന്തായാലും ആ സൈഡിലോട്ട് പോകുന്നതാണ് നമ്മൾ കരുതിയത്. കേസ് നോക്കുകയാണെങ്കിൽ 2 ഡിഫൻസും കൂടി ലെഫ്റ്റാണ്. സോ അത് കാരണം നമ്മുടെ ലൂൺസ് എന്തായാലും ഇപ്പുറത്തെ സൈഡിലോട്ട് വരും. എങ്കിലും ആക്ച്വലി അത് മിഡിലിൽ എൻ്റെ ലെഫ്റ്റ് സൈഡ് ഹാഫ് നമുക്ക് എടുത്തിരുന്ന പോകുന്നത് ലൂൺസ് തന്നെ ആയിരിക്കും. സോ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ക്ലിയർ ആയിട്ടുണ്ട്. വിസാർട്സ് 2 സൈഡിലോട്ട് സ്പ്ലിറ്റായി പോയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ടൗൺ ഹാളിലോട്ട് 2 ലൂൺസ് പോയിട്ടുണ്ട്. ആക്ച്വലി അപ്പോൾ ലൂൺസാണ് ടൗൺ ഹാൾ എടുക്കുന്നത് നമുക്ക് തോന്നുന്നത്. സോ വിസാർട്സും ടൗൺ ഹാളിലോട്ട് പോയിട്ടുണ്ട്. 80% ആയിട്ടുണ്ട്. എന്തായാലും ഓൾമോസ്റ്റ് 2 മിനിറ്റ്സ് ടൈമിൽ നമുക്ക് ബാക്കിയുണ്ട്. നോക്കുകയാണെങ്കിൽ 92% ടൗൺ ഹാൾ കിട്ടി. നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് 3 ബിൽഡിങ്സ് ലെഫ്റ്റ്. 95% ലാസ്റ്റ് ബിൽഡിംഗ് ആയിട്ടുള്ള നമ്മുടെ എലക്സ സ്റ്റോറേജ് ആണ് നിൽക്കുന്നത്. സോ നോക്കുകയാണെങ്കിൽ നമ്മുടെ വിസാർട്സ് നല്ല രീതിക്ക് ഡാമേജ് എടുത്ത് അതും എടുത്ത് വന്നിട്ടുണ്ട്. സോ അനദർ 3 സ്റ്റാർ ഗൈസ്. ഒരു 20 ട്രോഫീസും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ 83 ട്രോഫീസ് നമുക്ക് ആയിട്ടുണ്ട്. സോ ഇതിൻ്റെ ആർമി ട്രെയിൻ ആവാൻ ഒരു 40 സെക്കൻഡ്സ് എടുക്കും. സോ നമ്മളൊന്ന് മീൻ ടൈം ഒന്ന് വെയിറ്റ് ചെയ്യാം. സോ നമ്മളത് എന്തായാലും പറയാൻ വിട്ടുപോയ കാര്യം എനിക്കിപ്പോഴാണ് ആക്ച്വലി ഓർമ്മ വന്നത്. നമ്മുടെ ബിൽഡർ ബേസിനെ പറ്റിയിട്ടാണ്. സോ നമ്മളെന്തായാലും ബിൽഡർ ബേസിൽ ആക്ച്വലി ലെവൽ 3ലേക്ക് അവിടെ ആക്കിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ബിൽഡിങ്സ് എല്ലാം തന്നെ ഞാൻ ബിൽഡ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ വേറെ നല്ല ഞാൻ പറയാൻ വിട്ടുപോയെന്ന് പറഞ്ഞാൽ നമ്മൾ ബിൽഡർ ബേസ് നോക്കുകയാണെങ്കിൽ ഞാൻ കുറേ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാനുണ്ട്. സോ അതിൽ കുറച്ചൊക്കെ ഞാൻ ബിൽഡ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ പറയാൻ വിട്ടുപോയ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ബിൽഡേഴ്സിനെ പറ്റിയാണ്. സോ വേറെ ഒന്നുമല്ല, നമുക്ക് ആക്ച്വലി ബിൽഡർ ബേസിൽ 3 ബിൽഡേഴ്സാണ് അവൈലബിൾ. സോ നമുക്കൊന്നും അത് ബിൽഡ് ചെയ്യേണ്ടതില്ല. എക്സെപ്റ്റ് ദ തേർഡ് ബിൽഡർ മാത്രമേ നമുക്ക് അതായത് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്താൽ നമുക്ക് ബിൽഡ് ചെയ്യാവുന്നതാണ്. സോ ആ ബിൽഡർ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 വില്ലേജിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബേസിൽ നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ ഹോം വില്ലേജിലോട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെയും യൂസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ ഒരു ടൈപ്പ് ബിൽഡറാണത്. തേർഡ് ബിൽഡർ എന്ന് പറയുന്നത് ആ ബിൽഡർ നമുക്ക് ആക്ച്വലി ബിൽഡർ ഹോൾ ലെവൽ 9 എത്തുമ്പോൾ നമുക്ക് അവൈലബിൾ ആവത്തുള്ളൂ. അത് നമ്മുടെ സെക്കൻഡ് ബിൽഡർ നോക്കുകയാണെങ്കിൽ നമുക്ക് ബിൽഡർ ഹോൾ 6 എത്തുമ്പോൾ, അതായത് നമുക്ക് ബിൽഡർ ഹോൾ 6 എത്തുമ്പോൾ നമുക്ക് ആക്ച്വലി സ്റ്റേജ് 2 അൺലോക്ക് ആവും. സോ അപ്പോൾ മാത്രമേ നമുക്ക് സെക്കൻഡ് ബിൽഡർ അവൈലബിൾ ആകത്തുള്ളൂ. സോ അൺലെസ് ദെൻ നമുക്ക് ആക്ച്വലി ഒറ്റ ബിൽഡർ വെച്ച് നമുക്ക് പണിയെടുക്കണം. സോ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഓൾമോസ്റ്റ് ബിൽഡർ ബേസിൽ റിസർച്ച് എല്ലാം ഉണ്ട്. പിന്നെ അതേപോലെ അപ്ഗ്രേഡ്സ് എല്ലാം തന്നെ ഉണ്ട്. ഇപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യുന്നില്ല ഗൈസ്. സോ നോക്കുകയാണെങ്കിൽ ഞാൻ എഗെയിൻ നമ്മുടെ ഓഫീസിലോട്ടാണ് തിരിച്ചു വരികയാണ്. സോ നോക്കുകയാണെങ്കിൽ നമ്മുടെ എഗെയിൻ ആർമി ട്രെയിനായി നെക്സ്റ്റ് അറ്റാക്ക് എടുക്കുകയാണ്. ഓക്കെ ഗൈസ്, അനദർ ബേസ് നമുക്ക് കിട്ടിയേക്ക് നോക്കുകയാണെങ്കിൽ സെയിം ലെവൽ. പക്ഷേ നമ്മുടെ വിസാർട്ട് ഹൗസ് ആക്ച്വലി അപ്ഗ്രേഡാണ്. നമ്മുടെ ഡിഫൻസിലോട്ട് നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ നമുക്ക് ആക്ച്വലി ഒരു സ്പേസ് കിട്ടിയിരുന്നു. സോ എന്തായാലും ഫസ്റ്റ് നമ്മളൊരു ആർച്ചർ വെച്ച് ട്രാപ്പ് ഉണ്ടോ ടെസ്റ്റ് ചെയ്തു. ട്രാപ്സ് ഒന്നുമില്ല. ഓക്കെ, ട്രാപ്സ് ഇപ്പുറത്തെ സൈഡിലായിരുന്നു.
വിഷയമൊന്നുമില്ല. നമ്മുടെ ജെയിൻസ് നമ്മൾ എന്തായാലും അവിടെ ഡിപ്ലോയ് ചെയ്ത് കൊടുത്ത് നമ്മൾ ആദ്യം ഡിഫൻസ് നമുക്ക് കിട്ടുന്നതാണ്. സോ മൊർട്ടാറിനെ ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തു, അല്ലെങ്കിൽ ആക്ച്വലി നമ്മുടെ ജെയിൻസിന് നല്ല രീതിക്ക് ഡാമേജ് ഏൽക്കുന്നതാണ്. സോ ഗൈസ് നോക്കുകയാണെങ്കിൽ എയർ ഡിഫൻസ് ഓൾമോസ്റ്റ് കിട്ടാനായിരുന്നു. ഓക്കെ ഗൈസ്, എയർ ഡിഫൻസ് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ പുറത്തുനിന്ന് സ്വീപ്പറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ അറ്റാക്ക് ഇടുന്നത്. അല്ലെങ്കിൽ ആക്ച്വലി സ്വീപ്പേഴ്സ് നല്ല രീതിക്ക് പുഷ് ചെയ്ത് നമ്മുടെ അറ്റാക്ക് ലാഗ് ആക്കും. സോ സൈഡിൽ ബിൽഡിങ്സ് വെച്ചിട്ടുണ്ട്. സോ എന്തായാലും നമ്മൾ പെട്ടെന്ന് തന്നെ അതും ക്ലിയർ ചെയ്യാൻ നോക്കാം. സോ എന്തായാലും പുറത്തോട്ട് നമ്മുടെ എയർ ഡിഫൻസ് ഉണ്ട്. സോ എന്തായാലും നമ്മുടെ ലൂൺസ് ആ സൈഡിലോട്ട് പോകും. സോ നമ്മുടെ ഇപ്പോൾ ആർച്ചർ ടവർ ആ സൈഡിലോട്ട് ഡിസ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അഗെയിൻ നമ്മുടെ കാരോൺ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൂണിന് ഇറക്കി കൊടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൂൺസ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഡെഡ് ആവാനായിട്ടുണ്ട്. സോ നമ്മൾ വിസാർട്സ് ആക്ച്വലി വാല്യൂ സെറ്റ് ചെയ്ത് തരണമെങ്കിൽ നമ്മുടെ ഇപ്പുറത്തെ ഡിഫൻസ് കിട്ടണം. സോ എന്തായാലും ഞാൻ ക്ലിയറൻസ് ചെയ്ത് എങ്ങനെയെങ്കിലും 1 സ്റ്റാർ ആക്കാൻ നോക്കുകയാണ്. സോ നമ്മൾ വിസാർട്സ് ഇപ്പുറത്ത് ഇറക്കി കൊടുക്കുകയാണ്. നമുക്ക് 2 വിസാർട്സും കൂടി അവൈലബിൾ ആണ്. സോ ഞാൻ എന്തായാലും അത് ഇറക്കി കൊടുക്കുകയാണ് ഗൈസ്. സോ എങ്ങനെയെങ്കിലും നമ്മൾ ആക്ച്വലി ഒരു 50% എടുത്ത് നമ്മൾ ട്രോഫി ലോസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ്. സോ 40% ആയിട്ടുണ്ട് നമുക്ക് ആക്ച്വലി. നമ്മുടെ വിസാർട്സ് ഒരു 3 എണ്ണം അലൈവാണ്. സോ 43%. സോ 50 ആവുമല്ലോ നമുക്ക് കണ്ടറിയാം ഗൈസ്. ഓൾമോസ്റ്റ് 45%. സോ നമ്മുടെ വിസാർട്സ് എല്ലാം തന്നെ ഔട്ട് ഓഫ് റേഞ്ചിൽ നിൽക്കുകയാണ്. സോ എന്തായാലും നമുക്ക് 1 സ്റ്റാർ എടുത്ത് നമ്മൾ ആക്ച്വലി ട്രോഫി ലോസ്റ്റിംഗ് അവോയ്ഡ് ചെയ്യാവുന്ന ഗൈസ്. സോ 53% ആയിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് 1 സ്റ്റാർ ഇട്ടതോടെ നമുക്ക് ആക്ച്വലി ഈ അറ്റാക്ക് നമ്മൾ വിന്നായിട്ടുണ്ട്. നമുക്ക് 25 ട്രോഫീസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആക്ച്വലി ഒരു 8 ട്രോഫീസ് കിട്ടുന്നതാണ്. സോ ഓക്കെ ഗൈസ്, നമ്മുടെ ഈ അറ്റാക്ക് എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ 8 ട്രോഫീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അഗെയിൻ ഞാൻ എന്തായാലും ആർമി ട്രെയിനിങ്ങിന് ഇട്ടു. നോക്കുകയാണെങ്കിൽ നമ്മുടെ ആർമി ട്രെയിൻ ആയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അഫേഴ്സ് കൂടി ഉണ്ട്. എന്തായാലും ഞാൻ നെക്സ്റ്റ് അറ്റാക്ക് എടുക്കുകയാണ്. ഏകദേശം കുഴപ്പമില്ലാത്തൊരു ബേസ് കിട്ടിയിട്ടുണ്ട്. സോ എന്തായാലും ഇതിൽ CC വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ റിസ്ക് എടുത്തൊരു അറ്റാക്ക് എടുക്കാമെന്ന് പറയാം. സോ എന്തായാലും ഞാൻ ഡിഫൻസിലോട്ട് നമ്മുടെ ആക്ച്വലി ലൈറ്റിംഗ് സ്പെൽസ് ഡിപ്ലോയ് ചെയ്ത് കൊടുത്തു. സോ നമ്മുടെ ജെയിൻസിന് ഇറക്കി കൊടുക്കുകയാണ്. സോ നമ്മുടെ ലൂൺസ് ഇറക്കി കൊടുത്തു. സോ എന്തായാലും വിസാർട്ടേഴ്സിന് നല്ല രീതിക്ക് ഡാമേജ് വരുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാം. സോ കാണാൻ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ 2 ജെയിനിന് ഇറക്കി കൊടുത്തു. സോ നമ്മുടെ വിസാർട്ടേഴ്സ് ഇറക്കി കൊടുത്തു. സോ നമുക്ക് എന്തായാലും CC ഇല്ല ഗൈസ്. സോ ഈ സൈഡിലുള്ള ബിൽഡിങ്സിന് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആർച്ചേഴ്സിന് ഇറക്കി കൊടുത്തു. സോ ബാക്കിയെല്ലാം തന്നെ നമ്മൾ പെട്ടെന്ന് ഇറക്കി കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ അത്യാവശ്യം തന്നെ നമ്മുടെ ജെയിൻസ് എല്ലാം ഡെഡ് ആവും. ഓക്കെ ഗൈസ്, നോക്കുകയാണെങ്കിൽ ട്രാപ്സ് നല്ല രീതിക്ക് നമുക്ക് പണി തന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഡിഫൻസ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ലൈവാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് പണി കിട്ടി ഗൈസ്. നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 24% ആയിട്ടുള്ളൂ. നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മുടെ ആർമി എല്ലാം ഡെഡ് ആയിട്ടുണ്ട്. അങ്ങനെ 2 വിസ ആർച്ചേഴ്സ് മാത്രമേ ലൈവ് ഉള്ളൂ. സോ അതിലും 1 ഡെഡ്. സോ നോക്കുകയാണെങ്കിൽ ഗൈസ് നല്ല രീതിക്ക് പണി കിട്ടി. സോ എന്തായാലും ഞാൻ 20 ട്രോഫി ലോസ്റ്റ് ആവുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ജസ്റ്റ് അറ്റാക്ക് സ്കിപ്പ് ചെയ്ത് അവോയ്ഡ് ചെയ്തിരുന്നു. സോ ഗൈസ് അനന്തര ആർമി ഇട്ടിട്ടുണ്ട്. ട്രെയിൻ ആവുന്നവരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. സോ അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആർമി ട്രെയിൻ ആയിട്ടുണ്ട്. സോ നമ്മൾ ലാസ്റ്റ് അറ്റാക്ക് എന്തായാലും 22 ട്രോഫി ലോസ്റ്റ് അറ്റാക്ക് ആയി മാറിയിട്ടുണ്ട്. സോ നമുക്കിത് അടുത്ത ബേസ് കിട്ടിയിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡിഫൻസ് എല്ലാം കുഴപ്പമില്ലാത്തൊരു ബേസായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും നമ്മൾ ജെയിൻസിന് ആദ്യം ഡിപ്ലോയ് ചെയ്ത് നമ്മൾ ആക്ച്വലി പുറത്തുള്ള കനോൺസും അതിൻ്റെ എയർ ഡിഫൻസ് എടുക്കാൻ നോക്കാം. സോ ഓപ്പോസിറ്റ് സൈഡിൽ ആക്ച്വലി CC ഉണ്ടാകാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. സോ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു കനോൺ കിട്ടി. നമ്മുടെ നെക്സ്റ്റ് എയർ ഡിഫൻസ് കിട്ടിയവിടെ തന്നെ നമുക്ക് ബാക്കിയുള്ള ലൂൺസിനൊക്കെ ഇറക്കി കൊടുക്കുകയാണ്. സോ സൈഡ്സിലൊന്നും ബാക്കി ഒന്നും തന്നെ ഇല്ല. സോ നമ്മൾ വിസാർട്സിന് ഇപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ ഇറക്കി കൊടുക്കുകയാണ്. സോ നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ ലൂൺസിന് ഇറക്കി കൊടുത്തു. ഇപ്പുറത്തെ ലൂൺസിന് ഇറക്കി കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ വാൾ ബ്രേക്കേഴ്സിനെ കൊണ്ട് യൂസ് ഒന്നുമില്ല. സോ അഗെയിൻ വാൾ ബ്രേക്കേഴ്സ് സ്വാം ചെയ്ത് വിട്ടു. ഓൾമോസ്റ്റ് ഡിഫൻസ് എല്ലാം കിട്ടി. നമ്മുടെ മൊർട്ടാറും കിട്ടിയിട്ടുണ്ട്. സോ ഇനി ജസ്റ്റ് അറ്റാക്ക് ഒന്ന് 3 സ്റ്റാർ ആവണം. സോ ഗൈസ് നോക്കുകയാണെങ്കിൽ ഇത് 23 ട്രോഫി ബേസാണ്. അത്യാവശ്യം നമുക്ക് നല്ലൊരു വാല്യൂബിൾ അറ്റാക്കായിട്ട് തോന്നിയത്. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, ഇതിൽ ഡിഫൻസ് എല്ലാം തന്നെ വളരെ ഷാറ്റേഡായി കിടക്കുകയാണ്. സോ നമുക്ക് എന്തായാലും സിമ്പിളായിട്ട് അതെല്ലാം നമുക്ക് എടുക്കാൻ പറ്റി. ഗൈസ് എന്തായാലും അറ്റാക്ക് 3 സ്റ്റാർ ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് നേരെ വന്നു. ആർമി ട്രെയിനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. ആർമി ട്രെയിൻ ആവാൻ വേണ്ടിയിട്ട് ആർമി എന്തായാലും ട്രെയിൻ ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഗൈസ്. സോ ആണെങ്കിൽ നമുക്കപ്പോൾ ഈ 2 അപ്ഗ്രേഡ് ഫിനിഷ് ആയിട്ടുണ്ട്. സോ നമ്മൾ നെക്സ്റ്റ് അപ്ഗ്രേഡിന് വിടുകയാണ്. നമ്മുടെ ഈ ബോംബിന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ലെവൽ 1 ബോംബിന് ലെവൽ 2 നമുക്ക് 6 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. സോ നോക്കുകയാണെങ്കിൽ നമ്മളത് അപ്പോഴേക്കും ഒന്ന് ജസ്റ്റ് ഒബ്സ്റ്റക്കിൾസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. സോ എന്തായാലും നമ്മളെല്ലാ ഒബ്സ്റ്റക്കിൾസും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു
37 ജെംസ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ കാണുന്നുണ്ട് നമ്മുടെ 2 ബിൽഡേഴ്സ് ഫ്രീ ആണ്. സോ ഞാൻ സ്റ്റോണിന് ആർച്ച് ടവർ ബിൽഡ് ചെയ്യാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. സോ ആർച്ച് ടവർ ടു ലെവൽ 5 ആണ് ആവുന്നത്. നമ്മളിത് കുറച്ച് ഗോൾഡ് കളക്ട് ചെയ്തു. എഗെയിൻ നമ്മളൊരു കനോണും കൂടി നമ്മൾ ബിൽഡ് ചെയ്യാൻ വിടുകയാണ്. സോ കണേഴ്സ് 2 ഡിഫൻസ് നമുക്ക് ആക്ച്വലി അപ്ഗ്രേഡിങ് ആണ്. സോ ഒരു ഡിഫൻസ് ഞാൻ അങ്ങോട്ടും സ്വാപ്പ് ചെയ്ത് വെച്ചു, കാരണം വേറെ ഒന്നുമില്ല. സോ ഇനാക്റ്റീവ് ഡിഫൻസ് നമ്മൾ പുറത്ത് വെച്ചാൽ അകത്ത് വെച്ചാൽ ഒരുപോലെ തന്നെയാണ്. ആക്റ്റീവ് ഡിഫൻസ് നമ്മൾ പുറത്ത് വെക്കുന്നതിനെക്കാട്ടും ബെറ്റർ ഒരു വാൾസിൻ്റെ അകത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ആക്ച്വലി കുറച്ചും കൂടി ഒരു ഡിഫൻസ് നമുക്ക് ബിൽഡിങ്ങിനും കൂടി കിട്ടുന്നതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ചാർജ് ടവേഴ്സ് രണ്ടൊന്ന് സ്വാപ്പ് ചെയ്തു. സോ ഐസ് നമ്മളത് 2 ആർമി ട്രെയിൻ ആയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും നേരെ അറ്റാക്ക് എടുക്കാം. അഗെയിൻ അനദർ 15 ട്രോഫി ബേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിഫൻസും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. സോ എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് അറ്റാക്ക് എടുത്ത് നോക്കാം. സോ ഞാനിപ്പോൾ ഇതിൽ 2 ഡിഫൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഡിഫൻസ് ആൻഡ് സ്വീപ്പർ സൈഡിൽ നിന്നാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പ്ലാൻ എടുക്കുന്നത്. സോ ഇപ്പുറത്ത് വാൾ ബ്രേക്ക് ചെയ്ത് കൊടുക്കാം. സോ നമ്മുടെ വിസാർട്ട് ഹൗസിനെ ആക്ച്വലി നമുക്ക് കട്ട് ചെയ്യാം. സോ ഇപ്പുറത്തും ഞാൻ ഒന്ന് വാൾ ബ്രേക്ക് ചെയ്ത് നോക്കി, പക്ഷെ അത് കിട്ടിയില്ല. സോ നോ പ്രോബ്ലം ഗൈസ്. ഞാൻ വിസാർട്സിനെ വെച്ച് ആക്ച്വലി ആ സൈഡ് എടുക്കാൻ നോക്കാം. ഇപ്പുറത്തും നമ്മുടെ ഓൾമോസ്റ്റ് വിസാർട്ട് ടവർ കിട്ടിയിട്ടുണ്ട്. സോ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ബാക്കിയുള്ള എല്ലാ ലോൺസിനെയും നമ്മൾ ഇറക്കി കൊടുക്കാം. സോ ഇപ്പുറത്തും വിസാർട്സിനെ ഇറക്കി കൊടുക്കുന്നത് സെൻട്രൽ നമ്മൾ ഓക്കെ വിസാർഡ് ഡെഡ് ഒക്കെ ട്രൂപ്സിനെല്ലാം തന്നെ ഇറക്കി കൊടുത്തു. നോക്കുകയാണെങ്കിൽ ഒരു മൊർട്ടാർ ലെഫ്റ്റാണ്, അത് ലെവൽ 3 മൊർട്ടാറാണ്. സോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ട്രൂപ്സിന് ഡാമേജ് ഉണ്ടാക്കി തരും. സോ നമുക്ക് 47% ആയിട്ടുള്ളൂ. നമ്മുടെ ഈ 2 വിസാർഡും കൂടി ട്രാപ്പിൽ ട്രിഗറായി ഡെഡ് ആയിട്ടുണ്ട്. സോ 49%. നമുക്കൊരു 1% കൂടി കിട്ടിയ കേസ് നമുക്കതൊരു ട്രോഫി ലോസ്റ്റിംഗ് നമുക്ക് ആക്ച്വലി രക്ഷപ്പെടാൻ. നോക്കുകയാണെങ്കിൽ നമ്മുടെ വിസാർഡ്സ് ഓൾമോസ്റ്റ് ഹാഫ് ദ ഹെൽത്ത് ആവാനായിട്ടുണ്ട്. സോ ഒരു ബിൽഡിംഗ് കൂടി കിട്ടാനുണ്ട്. നമ്മുടെ മൊർട്ടാർ നല്ല രീതിക്ക് തന്നെ പണി തരുന്നുണ്ട്. സോ ലാസ്റ്റ് ബിൽഡിംഗ് ഓക്കെ ഗായ്സ്, ലാസ്റ്റ് ലിറ്റിൽ ബിറ്റ് ഓഫ് ഹെൽത്ത് നമുക്ക് ആക്ച്വലി വിസാർഡ് എടുത്ത് തന്നിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് ആക്ച്വലി ട്രോഫി ലോസ്റ്റ് ആവുന്ന നമ്മൾ വീണ്ടും രക്ഷപ്പെട്ടു തന്നിട്ടുണ്ട് നമ്മൾ വിസാർഡ്. സോ നമുക്ക് 5 ട്രോഫീസ് കിട്ടിയുള്ളൂ. അഗെയിൻ നോ പ്രോബ്ലം, നമുക്ക് ആക്ച്വലി ട്രോഫി ലോസ്റ്റ് ആവുന്നതിനെക്കാട്ടിലും ബെറ്റർ ഒരു 5 ട്രോഫി കിട്ടുന്നത് തന്നെയാണ്. സോ ഗൈസ് നോക്കുകയാണെങ്കിൽ ഇനി ആർമി ഒന്നും കൂടി ഒന്ന് ട്രെയിൻ ആവണം. ടൈം കാണിക്കാൻ നോക്കുകയാണെങ്കിൽ 5 seconds ആണ്. 5 4 3 2 1 കേസാണ് ആർമി ട്രെയിൻ ആയിട്ടുണ്ട്. സോ നമ്മൾ എഗെയിൻ ഒരു റിക്വസ്റ്റ് ഇട്ട് വെക്കാം. നമ്മൾ നെക്സ്റ്റ് അറ്റാക്ക് എടുക്കുകയാണ്. സോ കാണാൻ 897 ട്രോഫീസാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ കാണാൻ കോറിലാണ് ആക്ച്വലി മെയിൻ ഡിഫൻസ് ആയ വിസാർട്ട് ടവേഴ്സ് ആൻഡ് എയർ ഡിഫൻസ് ഉള്ളത്. സോ ഇതിലോട്ട് എന്തായാലും നമ്മൾ ലൈറ്റിംഗ് സ്പെൽസിനെ ഡിപ്ലോയ് ചെയ്ത് കൊടുത്തു. സോ എന്തായാലും അറ്റാക്ക് നമുക്ക് ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ അതേ ലൂൺസ് വരുന്നുണ്ട്. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് വാൾ ബ്രേക്ക് ചെയ്ത് കൊടുക്കാം. സോ ലൂൺസിനെ നമ്മളിതേ കുറച്ച് ഔട്ട് സൈഡിലോട്ട് ഡ്രോ ബാക്ക് ചെയ്യാം. ആക്ച്വലി എന്നിട്ട് നമ്മുടെ വിസാർട്സിനെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കാം. സോ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൂൺസ് വിസാർട്സിനെല്ലാം തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. സോ നമ്മളെന്തായാലും മക്കളുടെ ചെയിൻസിനൊക്കെ ഇറക്കി കൊടുക്കുന്നുണ്ട്. നമ്മളത് 2 വിസാർഡ് മാത്രമേ നമ്മുടെ ലെഫ്റ്റ് ഉള്ളൂ. സോ കടയിൽ ലൂണ് അത്യാവശ്യം നല്ല ഹെൽത്ത് ഉണ്ട്. സോ അപ്പോൾ ബാക്കിയുള്ള ട്രൂപ്സിനെല്ലാം തന്നെ നമ്മൾ പെട്ടെന്ന് ഇറക്കി കൊടുത്തു. വയസ്സ് എന്തായാലും നമുക്ക് അറ്റാക്കിന് പെട്ടെന്ന് വാല്യൂ ഉണ്ടാക്കാൻ നമ്മൾ കരുതുകയാണ്. ഓക്കെ ഗൈസ്, നമുക്ക് നല്ല പണി കിട്ടി അത് കരുതുന്നത്. കാണി നല്ല ഡിഫൻസ് ഉണ്ട് കേട്ടോ ഈ ബേസ്, കാണുന്ന പോലെയല്ല. ഓക്കെ ഗൈസ്, അനദർ 21 ട്രോഫീസ് ലാസ്റ്റ്. നമ്മൾ ആക്ച്വലി ആ ബേസ് നമ്മൾ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന കരുതി. പക്ഷേ ആക്ച്വലി ആ ഒരു ലോണും പിന്നെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ഡിഫൻസും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നല്ല പണി തന്നു. നമ്മൾ 21 ട്രോഫീസ് നമുക്ക് പോയിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ ഗൈസ് നമ്മുടെ ബോംബായിട്ടുണ്ട്. സോ ആ ബോംബിനെ തന്നെ ഞാൻ 1 hour അപ്ഗ്രേഡിന് വിടുകയാണ്. സോ കാണുന്നത് നെക്സ്റ്റ് അപ്ഗ്രേഡ് ഫ്രീ ആവുന്ന നമുക്കൊരു 1 hour ബോംബാണ്. സോ ബാക്കി ഇനിയിപ്പോൾ ഏകദേശം ഒരു 10-നടുത്ത് അപ്ഗ്രേഡ്സ് നമുക്ക് ആക്ച്വലി ചെയ്യാറുണ്ട്, ഇൻക്ലൂഡിങ് ആർച്ച് ടവേഴ്സ്, ലാസ്റ്റ് അപ്ഗ്രേഡ് ആയിട്ടുള്ള നമ്മുടെ കനോൺ, പിന്നെ കുറച്ച് ആക്ച്വലി നമ്മുടെ കളക്ടേഴ്സും കൂടി അപ്ഗ്രേഡ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ടൗൺ ഹോൾ എന്തായാലും മാക്സ് ആവും. സോ എന്തായാലും നെക്സ്റ്റ് ആർമി ഒന്ന് ട്രെയിൻ ആവാം. നമുക്ക് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം ഗൈസ്. അടുത്ത ആർമി ട്രെയിൻ ആയിട്ടുണ്ട്. സോ നമ്മൾ പെട്ടെന്ന് തന്നെ അറ്റാക്ക് എടുക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബേസ് എന്ന് തോന്നുന്നു. സോ എന്തായാലും നമ്മൾ ഈ ലൈറ്റ്നിങ് സ്പെല്ല് നമ്മൾ വിസാർട്ട് ടവേഴ്സ് ആൻഡ് എയർ ഡിഫൻസിൻ്റെ ടാർഗറ്റ് നമ്മൾ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വാൾ ബ്രേക്ക് ചെയ്ത് കൊടുക്കാം. സോ നമ്മുടെ ജെയിൻസ് എന്തായാലും അത് എടുത്ത് തരണം. സോ നമ്മുടെ വാൾ ബ്രേക്കർ അകത്തോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കനോൺ അതിനെ ഡിസ്ട്രോയ് ചെയ്തു. സോ എന്തായാലും വിസാർട്ട് ടവർ ഡിസ്ട്രക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള ലൂൺസിനെയൊക്കെ പെട്ടെന്ന് ഇറക്കി കൊടുക്കുകയാണ്. സൂപ്പർ സൈഡിൽ നമ്മൾ വിസാർട്സിനെ
ഡിപ്ലോയ് ചെയ്ത് കൊടുത്തു. സോ ഇപ്പുറത്തും അതേപോലെ തന്നെ നമ്മൾ ആക്ച്വലി 2 ലൂൺസിന് ഇറക്കി കൊടുക്കുകയാണ്. സോ എന്തായാലും അത് അവിടെ ആക്ച്വലി ഒരു നല്ല വാല്യൂ സെറ്റ് ചെയ്ത് തരാൻ കരുതുന്നു. സോ ഓപ്പോസിറ്റ് സൈഡിൽ ആർച്ച് ടവേഴ്സ് ഡിസ്ട്രാക്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആക്ച്വലി അപ്പുറത്തെ സൈഡിൽ ഒരു വിസാർഡ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. സോ കാരണം നമ്മുടെ ലൂൺസ് എല്ലാം തന്നെ ഡെഡ് ആയിട്ടുണ്ട് ഗൈസ്. പക്ഷേ ആക്ച്വലി നമ്മുടെ വിസാർഡ്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വാല്യൂ എടുത്ത് തന്നിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ ഗൈസ് ഒരു 50% ആയിട്ടുണ്ട്. സോ ആക്ച്വലി അതൊരു 2 സ്റ്റാർ ആവും എനിക്ക് തോന്നുന്നില്ല. എഗെയിൻ നമുക്ക് എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഗൈസ്. എത്രത്തോളം നമ്മൾ ഈ അറ്റാക്ക് പ്രോഗ്രസ് ആവും നമുക്കൊന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. കാരണം 53% ആയിട്ടുണ്ട്. 56% നമ്മുടെ ഒരു 3 വിസാർഡ്സാണ് ലൈവായിട്ടുള്ളത്. സോ ആർച്ചറിൻ്റെ റേഞ്ചിൽ അത് വന്നിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് ആക്ച്വലി വിസാർഡ്സ് നല്ല രീതിയിൽ ഡാമേജ് എത്തുന്നുണ്ട്. 56%. ഓക്കെ എന്തായാലും 56% നമ്മുടെ അറ്റാക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അഗെയിൻ നമുക്ക് ലോസ്റ്റ് ഒന്നും ആയിട്ടില്ല. പക്ഷേ ആക്ച്വലി 7 ട്രോഫീസ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. സോ എന്തായാലും ആർമിന് ട്രെയിൻ ആവണം. അതൊരു നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സോ ഗൈസ് നമ്മുടെ അടുത്ത ആർമി ട്രെയിൻ ആയിട്ടുണ്ട്. നമ്മുടെ ബൂസ്റ്റ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 11 മിനിറ്റ്സ് നമുക്ക് ലെഫ്റ്റാണ്. സോ നോക്കുകയാണെങ്കിൽ ഒരു 120 ട്രോഫീസ് നമുക്ക് കിട്ടാം. സോ എന്തായാലും നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത അറ്റാക്ക് എടുക്കാം. സോ ഗൈസ് അപ്പം നോക്കുകയാണെങ്കിൽ നമ്മൾ കുറേ സ്കിപ്പ് അടിച്ച് നോക്കി. പക്ഷേ എങ്കിലും നമുക്കൊരു 22 ട്രോഫീസിന് കൂടുതലുള്ള ബേസ് നമുക്കൊന്നും തന്നെ കിട്ടിയില്ല. പക്ഷേ ആ ബേസൊക്കെ നോക്കുകയാണെങ്കിൽ TH7 ഒക്കെ ആയിരുന്നു. എന്തായാലും ഞാൻ അങ്ങനത്തെ ബേസ് എടുക്കുന്നതിനും ബെറ്റർ 20 ട്രോഫി ഉള്ളൊരു TH5 ബേസ് എടുക്കുന്നത് തന്നെയാണെന്ന് എനിക്ക് തോന്നി. സോ എന്തായാലും ഞാൻ അങ്ങനത്തെ ഒരു ബേസ് അപ്പോൾ കണ്ടുപിടിച്ചത് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ലൈറ്റിംഗ് സ്പെൽസ് ഇറക്കി കൊടുത്തു. നമ്മുടെ വാൾ ബ്രേക്ക് ചെയ്തു. സോ എന്തായാലും നമ്മുടെ എയർ ഡിഫൻസ് തന്നെ ഫസ്റ്റ് എടുത്ത് കിട്ടിയതിന് ശേഷം ബാക്കിയുള്ള ലോൺസൊക്കെ ഇറക്കി കൊടുക്കാമെന്നാണ് പ്ലാൻ. സോ ജെയിൻസിനെല്ലാം തന്നെ നമ്മൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ നമ്മുടെ എയർ ഡിഫൻസ് ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ എയർ ഡിഫൻസ് കിട്ടി. നമ്മുടെ ബാക്കിയുള്ള ലോൺസിനെല്ലാം തന്നെ നമ്മൾ പെട്ടെന്ന് ഇറക്കി കൊടുത്തു. സോ ഓപ്പോസിറ്റ് സൈഡിൽ വെറുതെ ജസ്റ്റ് ലോണിൽ ഒന്ന് സ്പാം ചെയ്ത് കൊടുത്തു. സോ എന്തായാലും നമ്മളത് ഒരു ആർച്ച് ടവർ കൂടി ബാക്കിയുണ്ട്. സോ അതും കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വാല്യൂ ആവും. സോ നമ്മൾ ടവർ കിട്ടി. ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും എയർ ഗ്രൗണ്ട് ഡിഫൻസ് നമുക്ക് ഓൾമോസ്റ്റ് കിട്ടാനായിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ 3 ഡിഫൻസ് കൂടി ബാക്കിയുണ്ട്. 2 കാനോൺസ് ആൻഡ് 1 ആർച്ച് ടവർ. സോ നോക്കുകയാണെങ്കിൽ 2 കാനോണും കിട്ടിയത് ആർച്ച് ടവറും കിട്ടിയിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ ഇനി അറ്റാക്കും 3 സ്റ്റാർ എന്നൊരു വെയിറ്റ് ചെയ്യണം ഗൈസ്. സോ നോക്കുകയാണെങ്കിൽ 2 മിനിറ്റ്സ് നമുക്ക് ടൈം ബാക്കിയുണ്ട്. 52% നമുക്ക് ആയിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടൗൺ ഹോൾ ബാക്കിയുണ്ട്. നമ്മുടെ ബാക്കി CC കുറച്ച് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെയാണ്. സോ എന്തായാലും നമ്മൾ വിസാർഡ്സ് ലോൺസൊക്കെ എത്രത്തോളം ലൈവ് ആയിക്കാറുണ്ടൊക്കെ പെട്ടെന്ന് 3 സ്റ്റാർ ആവുന്നതാണ്. സോ നമ്മൾ പറഞ്ഞിരിക്കുമ്പോഴേക്കും തന്നെ നമുക്കത് 88% ആയി കിട്ടിയിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ 91%, 9700. ഓക്കെ ചടപടയിൽ പെട്ടെന്ന് നമ്മളെ ലാസ്റ്റ് ഒരു 9% നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാലും നോക്കുകയാണെങ്കിൽ 902 ട്രോഫീസാണ് നമുക്ക് ആയിരിക്കുന്നത് ഗൈസ്. സെക്കൻഡ് നമ്മുടെ ആർമി ട്രെയിൻ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ആർമി എന്ന ട്രെയിനിങ്ങിന് ഇട്ടു. സോ നെക്സ്റ്റ് അറ്റാക്ക് എടുക്കുകയാണ്. ട്രോഫി ബേസ് കിട്ടിയിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ ഡിഫൻസ് എല്ലാം മാക്സ് ആണ്. സോ എന്തായാലും നമ്മളിതിൽ അറ്റാക്ക് എടുക്കുകയാണ്. നമ്മൾ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തു. സോ നമുക്ക് CC വന്നിട്ടുണ്ട് ഗൈസ്. സോ എന്തായാലും നമുക്കതൊരു നല്ല പണി കിട്ടും. സോ നമ്മളിത് ഓപ്പോസിറ്റ് സൈഡ്സിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള ട്രൂപ്സിനെല്ലാം തന്നെ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നത്. സോ നമ്മുടെ ലോൺസ് എല്ലാം തന്നെ നമ്മൾ ഇറക്കി കൊടുത്തു. നമ്മുടെ വിസാർഡ്സിനെ പല സൈഡിലായിട്ട് നമുക്ക് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ ബാക്കിയുള്ള ജെയിൻസിനെ നമ്മൾ ഡിപ്ലോയ് ചെയ്ത് കൊടുത്തു. സോ നമ്മൾ CC അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിസ്ട്രാക്ട് ആയി പോകും നമ്മൾ കരുതുന്നു. സോ കാരണം പല സൈഡ്സിലോട്ട് നമ്മൾ വിസാർഡ് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ആക്ച്വലി സ്പാമിങ്ങിലൂടെ തന്നെ നമുക്ക് CC പല സൈഡിലോട്ട് ഡിസ്ട്രാക്ട് ആകുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് ഒരു വാല്യൂ കിട്ടും നമ്മൾ കരുതാണ്. സോ കാരണം നമ്മൾ പല സൈഡ്സിലായിട്ട് നമ്മുടെ വിസാർഡ്സും മറ്റ് ട്രൂപ്സിനും എല്ലാം തന്നെ നമ്മൾ ഡിപ്ലോയ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ കാരണം 39% നമുക്ക് ആയിട്ടുള്ളൂ. സോ എന്തായാലും ഒരു 50% കിട്ടും നമ്മൾ കരുതാണ്. സോ 39% ഇറ്റ് ഈസ്. സോ നോക്കുകയാണെങ്കിൽ 2 മിനിറ്റ് ടൈം ലെഫ്റ്റ്. സോ 48% ആയിട്ടുണ്ട്. സോ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു 9% ട്രാൻസാക്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. സോ ഗൈസ് 50% നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വിസാർഡ്സ് എല്ലാം 3 ലൈവായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ നമ്മളിത് ലൂൺ അടുത്ത വിസാർഡിങ് വന്നു. സോ കാരണം 56%. സോ നമ്മൾ 20 ട്രോഫിയുള്ള ബേസ് നമുക്ക് കിട്ടി. നമ്മൾ അറ്റാക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്താണ് പോലെ നമുക്കൊരു 8 ട്രോഫീസ് മാത്രമേ നമുക്ക് ഇതിന്നിപ്പോൾ കിട്ടത്തുള്ളൂ. ഓൾമോസ്റ്റ് ഒരു ട്രോഫി പോയി നമ്മളൊരു സിറ്റുവേഷനിൽ വരെ നമ്മളെത്തി. അതാണ് നമ്മളിപ്പോൾ ട്രോഫി പുഷ് ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥ. നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ട്രോഫിയുള്ള ബേസ് നമ്മൾ തപ്പുമ്പോൾ നമുക്ക് ആക്ച്വലി കിട്ടും. ട്രോഫിയേക്കാൾ കൂടുതൽ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. സോ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നു. നമുക്ക് നമ്മൾ ജസ്റ്റിനൊന്ന് വീണ്ടും രക്ഷപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഇതിനൊരു 8 ട്രോഫീസ് നമുക്ക് അതിന് കിട്ടി.
സോ നോ പ്രോബ്ലം. നെക്സ്റ്റ് ആർമി ട്രെയിനായി എഗെയിൻ അടുത്ത അറ്റാക്കിലോട്ട് പോവാണ്. സോ ഗൈസ് നോക്കുകയാണെങ്കിൽ ഒരു 23 ട്രോഫി ബേസ് വന്നിട്ടുണ്ട്. സോ എന്തായാലും നമുക്കിതിൽ അറ്റാക്ക് എടുക്കാം. സോ ഓക്കെ ഗൈസ്, നമ്മൾ പറഞ്ഞു വന്നു നമ്മുടെ ബേബി ഡ്രാഗൺ വന്നു. സോ നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ എത്രത്തോളം വാല്യൂ കിട്ടും നമുക്ക് നോക്കാം. സോ അതെല്ലാ ജെയിൻസിനെ നമ്മൾ ഇറക്കി കൊടുത്തു. സോ ഇപ്പുറത്തെ ലൂൺസിനെ ഇറക്കി കൊടുത്തു. സോ അവിടെ ബേബി ഡ്രാഗൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി വിസാർഡ്സിനെ എല്ലാം തന്നെ നമ്മൾ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുകയാണ്. ഡ്രാഗൻ എത്രത്തോളം വിസാർഡ് എടുത്തു തരും നമുക്ക് നോക്കാം. ഈ ഒരു ഡ്രാഗന് വലിയ ഡാമേജ് ഒന്നും ഏറ്റിട്ടില്ല ഗൈസ്. സോ ഒക്കെ ആണെങ്കിൽ ഈ അറ്റാക്ക് നമ്മളിന്ന് കയ്യിൽ നിന്ന് പോയെന്ന് തന്നെ നമ്മൾ കരുതുകയാണ്. ഒക്കെ ആണെങ്കിൽ 18% കിട്ടിയിട്ടുള്ളൂ. സോ അവിടെ ബേബി ഡ്രാഗൻ ഓൾമോസ്റ്റ് ഫുൾ ലൈവ്. സോ 24%. 24% ഈസ് ഗൈസ്. ഒരു അറ്റാക്ക് മൂഞ്ചിയിട്ടുണ്ട്. സോ 21 ട്രോഫീസ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. സോ വീണ്ടും തിരിച്ച് നമ്മൾ കിട്ടിയ ഒരുവിധം നമ്മളൊന്നും കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ ട്രോഫീസ് ജസ്റ്റ് ഒന്ന് അറ്റാക്ക് ചെയ്ത് എടുത്തേ ഉള്ളൂ. സോ വീണ്ടും അത് കയ്യിൽ നിന്ന് പോയി. സോ കണേഴ്സ് ഒരു 10 സെക്കൻഡ്സ് നമുക്ക് ലെഫ്റ്റ് ഉള്ളൂ. സോ ഓൾമോസ്റ്റ് ഒരു 890 ട്രോഫീസ് നമുക്ക് ആയിട്ടുണ്ട്. എന്തായാലും നമ്മളെന്തായാലും ഇപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് തന്നെ ആർമി ട്രെയിൻ ചെയ്ത് അറ്റാക്ക് ചെയ്യാനാണ് പ്ലാന്. സോ അതിനെന്തായാലും ആർമി ട്രെയിൻ ആകാൻ കുറച്ച് ടൈം എടുക്കുന്നത്. സോ ആ ടൈം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. സോ അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഓഫ്ലൈൻ പോയിട്ട് വന്നു. അപ്പോഴേക്കും നമ്മളിത് വീണ്ടും അടുത്ത അറ്റാക്ക് കിട്ടി. നമ്മളിന്ന് വീണ്ടും ട്രോഫി പോയി. അപ്പോഴേക്കും നമ്മളിത് 1 മോർ അപ്ഗ്രേഡ് ഫിനിഷ് ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് അപ്ഗ്രേഡിന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കളക്ടേഴ്സ് ആൻഡ് 1 കെനോൺ ഉണ്ട്. സോ എന്തായാലും കെനോണിന് ഞാൻ ഇപ്പോൾ ഇടാണ്. സോ നമ്മൾ ഡിഫൻസ് പെട്ടെന്ന് മാക്സ് ആയി കിട്ടും. നെക്സ്റ്റ് നമ്മുടെ കളക്ടേഴ്സ് ആയിക്കോളും. സോ നമ്മളെന്തായാലും ഇപ്പോൾ നോക്കാം. 2 ആർമി ട്രെയിനാണ്. സോ നമ്മൾ നേരത്തെ ഇനിയിപ്പോൾ അറ്റാക്ക് എടുക്കാം. സോ പ്രൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് ഇതിലൊന്ന് അറ്റാക്ക് എടുത്ത് നോക്കാം. സോ ഞാനെന്തായാലും ഇപ്പോൾ ഡിഫൻസ് ആൻഡ് ആർച്ചേഴ്സിൻ്റെ ഇടയിൽ ആക്ച്വലി ലൈറ്റ്നിങ്സ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. സോ അത് ഇവിടെ ഒരു ചെറിയ ഡിസ്ട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് വെച്ചുകൊണ്ട് നമുക്ക് എന്തായാലും അവിടെ ലോൺസും മറ്റു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഇറക്കി കൊടുക്കാം. പിന്നെ അത് വിസാർഡ്സിനെ ഇറക്കി കൊടുത്ത് നമ്മൾ ഡിസ്ട്രാക്ഷൻസ് എടുക്കുന്നുണ്ട്. സോ ഇപ്പുറത്തൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളെല്ലാ ട്രൂപ്സിനെയും ഡിപ്ലോയ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഓപ്പോസിറ്റ് സൈഡിൽ 2 കനോൺസ് മാത്രമേ ഉള്ളൂ. സോ എന്തായാലും അവിടെയും ജസ്റ്റ് നമ്മൾ 2 ആർച്ചേഴ്സിനെ ഡിപ്ലോയ് ചെയ്തു. സോ ഈവൻ നമ്മുടെ ട്രൂപ്സ് എല്ലാം ഡെഡ് ആവുകയാണെങ്കിൽ കൂടി നമുക്ക് ആക്ച്വലി ആർച്ചേഴ്സ് നമ്മൾ നല്ല രീതിക്ക് സേവ് ചെയ്യുന്നതാണ്. സോ നമ്മൾ നേരത്തെ കണ്ട അറ്റാക്സിൽ നമുക്ക് അങ്ങനെ തന്നെ വിസാർഡ്സ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ലെഫ്റ്റായിട്ട് നമ്മൾ സേവ് ചെയ്തത്. സോ അപ്പോൾ നോക്കുകയാണെങ്കിൽ അതിനോട് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആക്ച്വലി ആർച്ചേഴ്സിനെ അതുപോലെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ഒരു 39% കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഇനി 11% കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു 5 ട്രോഫീസ് കിട്ടും. സോ അങ്ങനെ വിസാർഡ്സ് 2 സൈഡിലോട്ടായിട്ട് സ്പ്ലിറ്റായി പോയിട്ടുണ്ട്. സോ 42%, 45%. നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ കനോൺ ആൻഡ് മൊർട്ടാർ നമ്മൾ വിസാർഡ് സൈഡ് കണക്ട് ചെയ്യുന്നുണ്ട്. സോ 48%, സോ 50% ഗൈസ്. സോ നമ്മളെന്തായാലും അടുത്ത അറ്റാക്ക് നമുക്ക് 1 സ്റ്റാർ അറ്റാക്കാണ് കിട്ടിയിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ട്രോഫി ഒന്നും പോയില്ല, എങ്കിലും 5 ട്രോഫീസേ കിട്ടിയുള്ളൂ. സോ കാര്യമില്ല, നമ്മളെന്തായാലും അടുത്ത അറ്റാക്ക് എടുക്കാം. ബേസ് നോക്കുകയാണെങ്കിൽ ഒരു 20 ട്രോഫി ബേസാണ്. സോ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ബേസായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സോ എന്തായാലും ഞാൻ അറ്റാക്ക് എടുക്കുകയാണ്. സോ അതേ ഫസ്റ്റ് ജെയിൻസിന് ഇറക്കി കൊടുത്തു, ആർച്ചേഴ്സിന് ഇറക്കി കൊടുത്തു. സോ ഇപ്പുറത്തത് നമ്മുടെ ലൂൺസ് ഇറക്കി കൊടുത്തു. സോ സൈഡ്സിലുള്ള ബിൽഡിങ്സിനെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വിസാർഡ്സ് ആർച്ചേഴ്സിനൊക്കെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും ബാക്കിയുള്ള ജെയിൻസിനെയും കൂടി ഇറക്കി കൊടുത്തു. സോ ബാക്കിയുള്ള വിസാർഡ്സിനെ ഇറക്കി കൊടുത്തു. സോ എല്ലാം തന്നെ നമ്മൾ പെട്ടെന്ന് ഇറക്കി കൊടുക്കുക. സോ ഒക്കെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ലൂൺസിനെയും നമ്മൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഒരു വാൾ ബ്രേക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സോ അനദർ വാൾ ബ്രേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നോക്കുകയാണെങ്കിൽ നമ്മൾ മൊർട്ടാർ കിട്ടി, ആർച്ചർ ടവർ കിട്ടി, അതിന് 2 കനോൺസ് ഉണ്ട്. നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൂൺസ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അതിന് ഡാമേജ് എടുത്ത് തന്നിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിഫൻസ് എല്ലാം കട്ട്. സോ സൈഡ് ബിൽഡിങ്സ് എല്ലാം തന്നെ നമ്മുടെ ട്രൂപ്സ് എടുത്ത് തന്നിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ലൂൺസാണ് ബാക്കിയുള്ള എല്ലാം തന്നെ എടുത്ത് തരേണ്ടത്. നോക്കുകയാണെങ്കിൽ 2 ആർച്ചേഴ്സ് ജീവനോടെ ഉണ്ട്. സോ 70%, 2 minutes ലെഫ്റ്റ്. സോ എന്തായാലും ഈ 20 ട്രോഫീസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. 3 സ്റ്റാർ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
സോ നോക്കുകയാണെങ്കിൽ 76% ആയിട്ടുണ്ട്. 76%. സോ നോക്കുകയാണെങ്കിൽ 1.25 മിനിറ്റ് നമുക്ക് ടൈം ലെഫ്റ്റ് ഉണ്ട്. സോ 79%. സോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മെയിൻലി നമുക്ക് സ്റ്റോറേജാണ് ലെഫ്റ്റ് ഉള്ളത്. സോ അത് അത്യാവശ്യം നല്ല ഹിറ്റ് കൂടിയൊരു ബിൽഡിങ്സ് ആണ്. സോ അതുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത്. നമ്മളിപ്പോൾ നേരത്തെ അറ്റാക്കിൽ കണ്ട പോലെ ഡിസ്ട്രക്ഷൻ അങ്ങനെ 10% ഡിസ്ട്രക്ഷനൊക്കെ ചടപടയെന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആർമിയും കുറച്ച് സ്പ്ലിറ്റാക്കി കിടക്കുന്നതുകൊണ്ടാണ് ആക്ച്വലി നമുക്ക് കുറച്ച് ടൈം എടുത്ത് കിട്ടുന്നത്. സോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 94% നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഒരു ലാസ്റ്റ് ബിൽഡിംഗ് ലെഫ്റ്റ്. നമുക്കിന് 3% കൂടി കിട്ടിയാൽ നമുക്ക് 3 സ്റ്റാർ ആവുന്നതാണ് ഗൈസ്. സോ ഗൈസ് ഇറ്റ്സ് എ 3 സ്റ്റാർ. സോ ഗൈസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 28 ട്രോഫീസ് നമ്മളിൽ നിന്ന് പോയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ നമുക്ക് 20 ട്രോഫി പ്ലസ് ഒരു 5 ട്രോഫീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ ഒരു 3 ട്രോഫീസാണ് നമ്മൾ ടെക്നിക്കലി നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നത്. സോ പിന്നെ എന്തായാലും ആർമി ട്രെയിൻ ആവണം. സോ ആ മീറ്റ് ടൈം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. സോ നോക്കുകയാണെങ്കിൽ ഗൈസ് എന്താ 2 ആർമീസ് ട്രെയിൻ ആയിട്ടുണ്ട്. സോ നമ്മൾ നേരെ അറ്റാക്ക് എടുക്കുകയാണ്. സോ ഗൈസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റിൻ്റെ ഒരു 13 ട്രോഫി ബേസ് വന്നിട്ടുണ്ട്. സോ എന്തായാലും നമുക്കത് അറ്റാക്ക് എടുക്കാം. ഞാൻ എയർ ഡിഫൻസ് ആൻഡ് വിസാർഡിനെ ടാർഗറ്റ് ചെയ്ത് ലൈറ്റിംഗ് സ്പിൽസ് ഇറക്കി കൊടുത്തു. സോ ദേ ഇവിടെ ജെയിൻസിന് ഇറക്കി കൊടുത്തു, ഒരു വാൾ ബ്രേക്ക്. സോ ദേ ഇപ്പുറത്തും അതുപോലെ ജെയിൻസിന് ഇറക്കി കൊടുത്തു. ഓക്കെ ഗൈസ് ജെയിൻസ് ആ സൈഡിലോട്ട് പോവാണ്. സോ നോ പ്രോബ്ലം. നമ്മൾ ദേ ഇപ്പുറത്ത് വിസാർഡ്സിന് ഇറക്കി കൊടുത്തു. സോ എന്തായാലും ദേ ഇപ്പുറത്ത് കുറച്ച് ലൂൺസിന് ഇറക്കി കൊടുക്കുന്നുണ്ട്. സോ ഓപ്പോസിറ്റ് സൈഡും കുറച്ച് ലൂൺസ് ഇറക്കി കൊടുക്കുന്നുണ്ട്. സോ വേറെ ഒന്നല്ല, ഒരു സൈഡ് കവറായിട്ട് ആക്ട് ചെയ്യുമ്പോൾ മറ്റേ സൈഡിൽ കൂടെ നമുക്ക് ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യാവുന്നതാണ്. സോ ആ ടാക്ടിക്സാണ് ഞാൻ ആക്ച്വലി യൂസ് ചെയ്തത്. സോ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ നല്ല വർക്കാവുന്നുണ്ട്. സോ ലൂൺസ് അത്യാവശ്യം നല്ല ഡാമേജ് എടുത്തുന്നുണ്ട്. സോ നോക്കുകയാണെങ്കിൽ നമ്മൾ ജെയിൻസ് സ്റ്റില്ലല്ലേ നമ്മുടെ വിസാർഡ്സ് നല്ല ഡാമേജ് എടുത്ത് തരുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ലൂൺസ് ലെഫ്റ്റ്. സോ നോക്കുകയാണെങ്കിൽ ഒരു ആർച്ച് ടവർ കൂടി ആക്ച്വലി ലൂൺസിനെ ടാർഗറ്റ് ചെയ്യത്തുള്ളൂ. കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഷുവർലി ഈ ബേസ് 3 സ്റ്റാർ ആവുന്നതാണ് ഗൈസ്. സോ ആർച്ച് ടവർ കിട്ടി. നമ്മുടെ ഫൈനൽ ഡിഫൻസ് ആയിട്ടുള്ള കനോൺസും കിട്ടിയിട്ടുണ്ട്. സോ 2 മിനിറ്റ്സ് ലെഫ്റ്റ് 61% ആയിട്ടുണ്ട്. സോ പൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ജെയിൻസ് ഓൾമോസ്റ്റ് 3-4 ലൈവാണ്. നമ്മുടെ വിസാർഡ്സ് ഒരു എല്ലാം തന്നെ ലൈവാണ്. നമ്മുടെ ആർച്ചേഴ്സ് എല്ലാം ലൈവാണ്. 73% ആയിട്ടുണ്ട്. സോ എന്തായാലും അറ്റാക്ക് 3 സ്റ്റാർ ആകുന്നവരെ നമുക്കത് വെയിറ്റ് ചെയ്യാം ഗൈസ്. 79% ആയിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ 1.25 മിനിറ്റ് ലെഫ്റ്റ് ഉണ്ട്. 82% ആയിട്ടുണ്ട്. 88% ആയിട്ടുണ്ട്. സോ ഫൈനലായിട്ട് കളക്ട് ചെയ്ത് മാത്രമല്ല ലെഫ്റ്റ് ഉള്ളൂ. സോ 91% ഒക്കെ ഇവിടെ കോർണറിൽ ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ, ഞാനത് ശ്രദ്ധിച്ചില്ല. നോ പ്രോബ്ലം. നമ്മുടെ ലൂൺസ് ഒരു സൈഡിലോട്ട് പോയിട്ടുണ്ട്, നമ്മുടെ വിസാർഡ്സ് മറ്റൊരു സൈഡിലോട്ട് പോയിട്ടുണ്ട്. സോ നമുക്ക് ടൈം ഫേ എന്തായാലും അവോയ്ഡ് ആകും ഗൈസ്. സോ കാരണം നമ്മുടെ ആർച്ചേഴ്സും വിസാർഡ്സിൻ്റെ ഫ്രണ്ടിൽ ഭയങ്കര സ്പീഡിൽ പോകുന്നുണ്ട്. സോ ആണ് ആർച്ചേഴ്സ് എത്തിയിട്ടുണ്ട്. സോ ആർച്ചേഴ്സ് ഡാമേജ് ഉണ്ടാക്കാൻ സ്റ്റാർട്ടായിട്ടുണ്ട്. സോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ലൂൺസ് എത്താറായിട്ടുണ്ട്. സോ ഗൈസ് 97% ഫൈനൽ ബിൽഡർ ഹട്ട് ഒരു സൈഡിലുണ്ട്. അത് നമ്മളത് ലൂൺസ് എടുത്ത് തരുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ് ഇറ്റ്സ് 3 സ്റ്റാർ. സോ നമുക്ക് 13 ട്രോഫി കിട്ടിയുള്ളൂ. എനിവേസ് നോ പ്രോബ്ലം. നമ്മൾ ഇപ്പോൾ 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ആർമി ട്രെയിൻ ചെയ്യാനിട്ടു. എൻ്റെ അനദർ അറ്റാക്കിലോട്ട് പോവുകയാണ്. സോ ഗൈസ് നോക്കുകയാണെങ്കിൽ ഞാനത് 13 ട്രോഫി ബേസ് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും അറ്റാക്ക് എടുക്കാം. സോ ഞാൻ ഇതിലത് എയർ ഡിഫൻസിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്. സോ നോക്കുകയാണെങ്കിൽ നമുക്കിത് ഒരു ആർച്ച് ടവർ അതിൻ്റെ വനോട് നമുക്ക് ലൈറ്റ്നിങ് സ്പെല്ലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ അതേ വാൾ ബ്രേക്ക് ചെയ്യാണ്. സോ അതേ വാൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ എയർ ഡിഫൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി നമ്മുടെ മെയിൻ അറ്റാക്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. സോ എയർ ഡിഫൻസ് കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല വാല്യൂ ആയി കിട്ടും. സോ അതേ ഇപ്പുറത്ത് നമ്മൾ ബാക്കിയുള്ള ട്രൂപ്സിനെല്ലാം തന്നെ ഇറക്കി കൊടുക്കുകയാണ്. സോ ഇപ്പുറത്ത് ഇറക്കി കൊടുക്കുകയാണ്. സോ ഞാൻ ക്ലീനപ്പും കൂടി സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. കാരണം ഈ കോർണേഴ്സിലൊന്നും തന്നെ ഇല്ല, ഒരു മരം പോലും ഇല്ല കേട്ടോ. എല്ലാം ക്ലീനാക്കി വെച്ചിരിക്കുകയാണ്, നല്ല ബേസായിട്ട് വെച്ചിട്ടുണ്ട്. സോ ആക്ച്വലി ഇതുപോലെ എല്ലാവരും ബേസൊക്കെ ക്ലീനാക്കാൻ നോക്കുക. സോ അത്രത്തോളം നിങ്ങൾക്ക് ആക്ച്വലി മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും. വേറെ ഒന്നുമില്ല, നമുക്ക് ആക്ച്വലി ഒബ്സ്റ്റക്കിൾസ് ക്ലിയറാക്കുന്നതോടെ ജംസ് കിട്ടും. അതുപോലെ കുറച്ച് അച്ചീവ്മെൻറ്റ്സ് കംപ്ലീറ്റ് ആകും, അതിൽ നിന്ന് ജംസ് കിട്ടും. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ബിൽഡേഴ്സിനൊക്കെ എടുക്കാം, ഹെൽപ്ഫുൾ ആവും. സോ കേസ് നമുക്ക് അറ്റാക്കിൽ ഫോക്കസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഡിഫൻസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. സോ 70% ആയിട്ടുണ്ട്. 2 മിനിറ്റ്സ് ലെഫ്റ്റ്. സോ കാരണം നമ്മുടെ വിസാർഡ്സ് ഉണ്ട്, ബാക്കി എല്ലാ ലൂൺസും ഓൾമോസ്റ്റ് ലൈവാണ്. സോ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 79%, 80% അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 85% കാണുന്നതിന് കുറച്ച് കളക്ടേഴ്സ് മാത്രമേ അല്ലേ ഉള്ളൂ. നമ്മുടെ ലൂൺസ് ആൻഡ് വിസാർഡ്സ് നല്ല ഡാമേജ് എടുത്ത് തരുന്നുണ്ട്.
സോ ഗൈസ് 94% 2 ബിൽഡിങ്സ് ലെഫ്റ്റ്. 97% ഫൈനൽ കളക്ടർ കൂടി എടുത്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇറ്റ്സ് അനദർ 3 സ്റ്റാർ. സോ ഗൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 900 ട്രോഫീസ് നമ്മൾ സക്സസ്ഫുള്ളി അച്ചീവ് ആയിട്ടുണ്ട്. സോ നമ്മൾ ഷീൽഡ് ഔട്ടായിട്ടുണ്ട്. മീൻസ് നമ്മുടെ ആർമി ട്രെയിൻ ആവാൻ നമ്മളിനി കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യണം. സോ മിൻ ടൈം ആരെങ്കിലും ഒന്ന് അറ്റാക്ക് ചെയ്യുമെന്ന് അറിയത്തില്ല. എനിവേസ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഗൈസ്. സോ ഗൈസ് അപ്പോൾ നോക്കുകയാണെങ്കിൽ വീണ്ടും നമ്മുടെ ആർമി ട്രെയിൻ ആയിട്ടുണ്ട്. നമ്മുടെ ദേശീയകളിലൊക്കെ റണ്ണൗട്ടായിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് നേരെ നെക്സ്റ്റ് അറ്റാക്ക് എടുക്കാം. സോ ഗൈസ് അപ്പോൾ കിട്ടിയിരിക്കുന്ന ബേസ് നോക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാത്തൊരു ബേസാണ്. സോ 14 ട്രോഫി ബേസാണ്. സോ നമുക്ക് എന്തായാലും അറ്റാക്ക് എടുക്കാം. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് നോക്കുകയാണെങ്കിൽ എയർ ഡിഫൻസിൻ്റെ അപ്ഗ്രേഡാണ്. നമ്മുടെ ബാക്കിയുള്ള എയർ ടാർഗറ്റിംഗ് ഡിഫൻസൊക്കെ ഓൾമോസ്റ്റ് ഒരു സൈഡിലാണ്. സോ നമുക്ക് സിംപ്ലി അതൊക്കെ എടുക്കാൻ പറ്റും. സോ അത് ജസ്റ്റ് വിസായിട്ട് അവനെ ഡിസ്ട്രാക്ട് ചെയ്തു. സോ ബാക്കിയുള്ള ഡിഫൻസിനെയൊക്കെ സൈഡ്സിലോട്ട് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുകയാണ്. നോക്കുകയാണെങ്കിൽ പുറത്തുള്ള ആർച്ച് ടവറിലോട്ട് നമ്മളിത് ലോൺസിന് ഇറക്കി കൊടുത്തു. സോ അത് പുറത്ത് സൈഡിലൊക്കെ നമ്മളിത് ലോൺസ് ഇറക്കി കൊടുക്കുകയാണ്. സോ നമ്മളത് ബാക്കിയുള്ള ഡിഫൻസ് ട്രൂപ്സ് എല്ലാം ജസ്റ്റ് സ്പാം ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഇതിനൊരു 3 ഗ്രൗണ്ട് ടാർഗറ്റ് ഡിഫൻസ് കൂടി ഉണ്ട്. സോ അതും കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ ട്രൂപ്പിനും ഇറക്കി കൊടുക്കാം. സോ അതേപ്പുറത്ത് ജസ്റ്റ് ഇത് വാൾ ബ്രേക്ക് ചെയ്യുന്നതാണ്. സോ ഞാൻ ദേ 2 ആർച്ചേഴ്സിനെ അവിടെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ദേ ഇവിടെ 2 ജെയിൻസ്, ദേ ഇവിടെ ഒരു ജെയിൻറ്റ് ആൻഡ് ദേ ഇവിടെ ഒരു ജെയിൻറ്റിനെ കൂടെ ഇറക്കി കൊടുക്കുകയാണ്. സോ കാരണം ഡിഫൻസ് എല്ലാം കിട്ടി ഗൈസ്. ഓൾമോസ്റ്റ് 56% നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 മിനിറ്റ്സിൽ കൂടുതൽ ടൈം നമുക്കുണ്ട്. സോ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ അറ്റാക്ക് ജസ്റ്റ് 3 സ്റ്റാർ ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. സോ എന്തായാലും നമ്മുടെ ട്രൂപ്സ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ലൈവാണ്. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഈ ബേസ് 3 സ്റ്റാർ ആവും. സോ കടി 14 ട്രോഫീസ് കിട്ടത്തുള്ളൂ. എങ്കിലും ഇതൊരു വലിയ കുഴപ്പമില്ലാത്ത ബേസാണ്. കാരണം നമുക്ക് ഒരു റിസ്ക്കും ഇല്ല. സിമ്പിളായിട്ട് നമ്മൾ ജസ്റ്റ് സ്പാം ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് 3 സ്റ്റാർ കിട്ടുന്നൊരു ബേസാണ്. സോ അതൊക്കെക്കൊണ്ടാണ് ഞാൻ ആക്ച്വലി ഈ ബേസ് അറ്റാക്ക് ചെയ്തത്. സോ ഗൈസ് നോക്കുകയാണെങ്കിൽ 98% ഫൈനൽ നമ്മുടെ CC ആണ് ലൈവായി നിൽക്കുന്നത്. സോ നമ്മുടെ ട്രൂപ്സ് എടുത്ത് തരുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇറ്റ്സ് എ 3 സ്റ്റാർ. സോ നമ്മളിത് ഈ അടുത്ത അറ്റാക്ക് നമുക്ക് 3 സ്റ്റാർ ആയിട്ടുണ്ട്. സോ അഗെയിൻ നമ്മളിത് ഈ ആർമി ട്രെയിൻ ചെയ്യാനിട്ടു. നെക്സ്റ്റ് ഇത് സെർച്ച് ചെയ്യാണ്. സോ ഗൈസ് അടുത്ത് വന്നിരിക്കുന്ന ബേസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അതും ഒരു വെൽ ഓറിയൻറ്റഡ് ബേസ് ഒന്നുമല്ല, സിമ്പിൾ ബേസാണ്. ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിങ്സും ലെവൽ 1 തന്നെയാണ് എക്സെപ്റ്റ് ദ സ്റ്റോറേജ്. സോ നമ്മൾ എന്തായാലും അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ വിസാട്ട് അവനെ ഡിസ്ട്രാക്ട് ചെയ്തു. സോ ഇതേ കുറച്ച് ലൂൺസ് ഇറക്കി കൊടുത്തു. സോ ഇവിടെ എന്തേ വിസാട്ട് ഹവേഴ്സിനെ ഡിസ്ട്രാക്ട് ചെയ്തു. സോ നമ്മൾ വിസാർട്സിൽ തന്നെ അവിടെ ഇറക്കി കൊടുക്കുന്നത് കാരണം നമ്മുടെ എയർ ഡിഫൻസ് ഉണ്ട്. സോ അതേ ഇവിടെ എയർ ഡിഫൻസിൽ കട്ട് ചെയ്യാൻ നമ്മൾ കൊടുത്തു. സോ അതേ ഇവിടെ കുറച്ച് ലൂൺസ് ഇറക്കി കൊടുത്തു. സോ അതേ ഇവിടെ കുറച്ച് ലൂൺസ്, ഇവിടെ കുറച്ച് സൈഡിലായിട്ട് നമ്മൾ ലൂൺസ് ഇറക്കി കൊടുത്തു. സോ നോക്കുകയാണെങ്കിൽ ഔട്ട് സൈഡിൽ വേറെ ബിൽഡിങ്സ് ഒന്നുമില്ല. എന്തായാലും നമ്മൾ ഈ ആർച്ചേഴ്സിന് ഇറക്കി കൊടുക്കുകയാണ്. സോ നമ്മൾ വാൾ ബ്രേക്കേഴ്സിനെ സ്പാം ചെയ്തു. നോക്കുകയാണെങ്കിൽ ഫൈനൽ ലെവൽ 1 കാനോണും നമ്മൾ ഓക്കെ ഇല്ല ഗൈസ്. നമ്മുടെ ഇപ്പുറത്ത് ഒരു എയർ ഡിഫൻസ് ഉണ്ട്. സോ അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡിഫൻസും കിട്ടുന്നതാണ്. സോ ഗൈസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അത് കിട്ടാനായിട്ടുണ്ട്. ഓക്കെ ഗൈസ് നമുക്കത് 59% വിത്ത് എല്ലാ ഡിഫൻസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ട്രൂപ്സും തന്നെ ഏരിയ എക്സെപ്റ്റ് നമുക്കിത് 1-2 ലൂൺസ് ആക്ച്വലി ഡെഡ് ആയിട്ടുണ്ട്. സോ ദാറ്റ്സ് നോ പ്രോബ്ലം ഗൈസ്. എന്തായാലും നമുക്ക് ഈ ബേസും കൂടി സിമ്പിളായിട്ട് 3 സ്റ്റാർ കിട്ടുന്നതാണ്. സോ 3 സ്റ്റാർ ആകുന്നേരം വെയിറ്റ് ചെയ്യാം ഗൈസ്. നോക്കുകയാണെങ്കിൽ 81%, ഓൾമോസ്റ്റ് 2 minutes ലെഫ്റ്റ്. സോ 84%. ഓക്കെ ഗൈസ് 87, 89 ചടപടയെന്നെല്ലാം തരുന്നുണ്ട് ഗൈസ്. 92%, 95%, 98%, ആൻഡ് ഗൈസ് 100%. അനദർ 3 സ്റ്റാർ ഗൈസ്. സോ നോക്കുകയാണെങ്കിൽ ഗൈസ് അടുത്ത നമുക്കുള്ള അറ്റാക്കും 3 സ്റ്റാർ. സോ 929 ട്രോഫീസ്. സോ ഗൈസ് നോക്കുകയാണെങ്കിൽ നമുക്കിനി ആക്ച്വലി ഒരു 71 ട്രോഫീസും കൂടെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ആവുന്നതാണ്. സോ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ അടുത്ത അറ്റാക്ക് എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ആർമി ട്രെയിൻ ആവണം. സോ അതൊന്ന് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഗൈസ്. സോ ഗൈസ് നോക്കുകയാണെങ്കിൽ ആക്ച്വലി വീണ്ടും ഞാൻ അതേ ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ ആക്ച്വലി അറ്റാക്ക് കണ്ടിന്യൂസ് എടുത്തുകൊണ്ടിരിക്കണമെങ്കിൽ ഇടയ്ക്കൊന്ന് ഓഫ്ലൈൻ പോയി ഇൻ ഗെയിം വരുമ്പോഴേക്കും ആരെങ്കിലും ഒന്ന് നമ്മൾ അറ്റാക്ക് ചെയ്ത് ആക്ച്വലി നമ്മൾ ട്രോഫീസ് പോകുന്നുണ്ട്. സോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വീണ്ടും ഒരു 6 ട്രോഫി നമ്മളിൽ നിന്ന് പോയിട്ടുണ്ട്. എന്തായാലും നമ്മളിത് ഒരു ആർമി ട്രെയിൻ ആയതുകൊണ്ട് സോ നേരെ പോയി അറ്റാക്ക് എടുക്കാം. സോ ഗൈസ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ബേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബേസാണ്. നമ്മളെക്കാട്ടിലും എല്ലാവരും ഹയർ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് അറ്റാക്ക് ചെയ്യണം. കാരണം ഡിഫൻസ് ഒന്നും വലിയ കാര്യമില്ല. ജസ്റ്റ് 15 ട്രോഫീസ് നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ എങ്കിലും ഞാൻ അറ്റാക്ക് എടുക്കുകയാണ്. സോ ഫസ്റ്റ് തന്നെ ജസ്റ്റ്
ഡിഫൻസൊക്കെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാം. സോ അഗൈൻ ഇപ്പുറത്തും അതേപോലെ ഒന്ന് ചെയ്യാം. സോ അതേപോലെ നോക്കുകയാണെങ്കിൽ എന്ത് വിസാർട്സൊക്കെ ഇറക്കി കൊടുത്തു. പക്കയായിട്ട് നമ്മുടെ എ ഡിഫൻസ് കട്ട് ചെയ്ത് കിട്ടും. സോ എ ഡിഫൻസ് കട്ട് ചെയ്ത് കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് ആക്ച്വലി അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എ ഡിഫൻസ് കട്ടായി കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ജെയിൻസ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഡെഡ് ആയിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ ഇത് ഇപ്പോൾ ജസ്റ്റ് ഒരു ആർച്ച് ടവേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. സോ ഇത് വീണ്ടും വിസാർഡിനെ ഡിസ്ട്രാക്ട് ചെയ്തു. അതിനത് എല്ലാ ഡിഫൻസിനെയും ജസ്റ്റ് ഡിസ്ട്രാക്ട് ചെയ്തതിന് ശേഷം സിംപ്ലി നമ്മൾ ടാർഗറ്റ് ഡിഫൻസൊക്കെ നമ്മൾ എടുക്കുകയാണ്. നോക്കുകയാണെങ്കിൽ ഇനി ജസ്റ്റ് ഒരു ആർച്ച് ടവേഴ്സ് കൂടി നമുക്ക് ലെഫ്റ്റാണ്. ബാക്കി എല്ലാ ഡിഫൻസും തന്നെ നമ്മുടെ ഈ ലൂൺസ് എടുത്ത് തന്നിട്ടുണ്ട്. സോ പക്കയായിട്ട് നമ്മൾ ഇത് ട്രിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ആർച്ച് ടവർ മാത്രം ലെഫ്റ്റ് നമ്മുടെ ഒരുപാട് ലൂൺസ് ലൈവാണ്. സോ സിമ്പിളായിട്ട് ആ ലൂൺസ് ആക്ച്വലി ആർച്ച് ടവറിന് എടുത്ത് വന്നിട്ടുണ്ട്. പറയുകയാണെങ്കിൽ ഇത് ഓപ്പണിൽ നമ്മളെക്കാട്ടിലൊന്നും ഇല്ല, ഹയറാണ്. പക്ഷേ മാക്സിമം നല്ല ഡിഫൻസ് സത്യം. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഒരു പക്ക ട്രിക്ക് ഫണലിങ്ങിലൂടെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഓപ്പണിൻ്റെ ഡിഫൻസ് എല്ലാം തന്നെ എടുക്കാൻ പറ്റി. സോ എന്തായാലും നമ്മുടെ ഇപ്പോൾ ലൂൺസ് മാത്രമേ ഉള്ളൂ. സോ 3 സ്റ്റാർ ആകുമെന്ന് കണ്ടറിയാം. കാരണം ടൈം ഫെയിൽ ആവാനുള്ള ചിലപ്പോൾ ചാൻസ് ഉണ്ട് ഗൈസ്. എന്തായാലും എന്ത് സ്റ്റാർസ് കിട്ടിയിട്ടുണ്ട്. സോ കാരണം ഇടയ്ക്കിടയ്ക്ക് ആക്ച്വലി ട്രാപ്സൊക്കെ വന്ന് ട്രിഗറായിട്ട് നമ്മുടെ ലൂൺസൊക്കെ ഡെസ്ട്രോയ് ആവുന്നുണ്ട്. സോ 73%, 1.5 മിനിറ്റ് ടൈം ലെഫ്റ്റ് ഉള്ളൂ. സോ എന്തായാലും നമുക്ക് കണ്ടറിയാം ഗൈസ്. സോ ഗൈസ് നോക്കുകയാണെങ്കിൽ 78%. ഇതിനി ആക്ച്വലി ഒരു 4 സ്റ്റോറേജ് നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനുണ്ട്. സോ അത് തന്നെ അത്യാവശ്യം നല്ല ടൈം ലാഗിങ് പ്രോസസ്സാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ലൂൺസ് അത്യാവശ്യം പെട്ടെന്ന് തന്നെ എടുത്ത് തരുന്നുണ്ട്. നല്ല സ്പ്ലാഷ് ഡാമേജ് ക്രിയേറ്റ് ചെയ്ത് ആക്ച്വലി സ്റ്റോറേജ് ആയാലും ഏത് ബിൽഡിങ്സ് തന്നെ ആയാലും ഈസി ആയിട്ട് ലൂൺസ് എടുക്കുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് ജസ്റ്റ് കണ്ടറിയാം ഗൈസ്. ഓൾമോസ്റ്റ് 1 മിനിറ്റ് ലെഫ്റ്റ് ഉള്ളൂ. സോ എന്തായാലും നമുക്ക് 3 സ്റ്റാർ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ 5 ബിൽഡിങ്സ് ലെഫ്റ്റ്. അതിൽ 2 സ്റ്റോറേജ് ആണ്, ബാക്കി 2 കളക്ടേഴ്സ് ആണ്. സോ 3 ബിൽഡിങ്സ് ലെഫ്റ്റ്, 93%. ഓൾമോസ്റ്റ് 45 സെക്കൻഡ്സ് ലെഫ്റ്റ്. സോ ഗൈസ് നോക്കുകയാണെങ്കിൽ ഈ ഫൈനൽ സ്റ്റോറേജ് മാത്രമേ ബാക്കിയുള്ളൂ, 98%. സോ ഗൈസ് ഇറ്റ്സ് അനദർ 3 സ്റ്റാർ. സോ ഗൈസ് നമ്മളെന്തായാലും ബൂസ്റ്റ് അറ്റാക്ക് എടുക്കുന്ന ഫസ്റ്റ് അറ്റാക്ക് തന്നെ നമുക്ക് 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അങ്ങനെ അതായത് 3 സ്റ്റാർ അറ്റാക്ക് കിട്ടിയത്. സോ നമ്മൾ വീണ്ടും ആർമി ട്രെയിനിലിട്ടോ ഇടയിൽ കൂടി ഒരു ആർമി ട്രെയിൻ ആയിട്ടുണ്ട്. സോ അഗെയിൻ നമ്മൾ കണ്ടിന്യൂസ് നെക്സ്റ്റ് അറ്റാക്ക് എടുക്കുകയാണ്. സോ അടുത്തൊരു ബേസ് നോക്കുകയാണെങ്കിൽ ഒരു 28 ട്രോഫി ബേസാണ് വീണ്ടും കിട്ടിയിരിക്കുന്നത്. സോ എന്തായാലും നമ്മൾ ജസ്റ്റ് ഒരു അറ്റാക്ക് എടുക്കാം. സോ ഫസ്റ്റ് ഡേ നമ്മളിവിടെ വാൾ ബ്രേക്ക് ചെയ്യാണ്. സോ വാൾ ബ്രേക്ക് ആയില്ല. സോ എന്തായാലും നമ്മൾ ജസ്റ്റ് ഡിസ്ട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് ഈ ഡിഫൻസ് എല്ലാം തന്നെ പുറത്താണ്. സോ നമ്മൾ വീണ്ടും ഡിസ്ട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്തു. സോ ഇതേ ഫസ്റ്റ് തന്നെ ഡിഫൻസ് എല്ലാം തന്നെ നമുക്ക് എടുക്കുന്നതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. സോ കാണുന്നത് ഈ ഒരു ഡിഫൻസ് കിട്ടി. സോ ഇതേ സൈഡിലുള്ള ബിൽഡിങ്സൊക്കെ തന്നെ നമ്മൾ ജസ്റ്റ് അറ്റാക്ക് എടുത്ത് ക്ലിയർ ചെയ്യുകയാണ്. സോ കാണുന്നത് ഈ ബാക്കിയുള്ള ട്രൂപ്സിനെല്ലാം തന്നെ നമ്മൾ പെട്ടെന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട്. സോ ടാർഗറ്റ് ഡിഫൻസ് എല്ലാം തന്നെ പുറത്താണ്. സോ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഈ ബേസ് 3 സ്റ്റാർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ നോക്കാൻ 28 ട്രോഫി ബേസാണ്. സോ 3 സ്റ്റാർ കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വാല്യൂ ആയിരിക്കും. സോ ഗൈസ് നോക്കുകയാണെങ്കിൽ 2 ആർച്ച് ടവേഴ്സ് ലെഫ്റ്റ്. അത്യാവശ്യം നല്ല ഡാമേജ് തരാൻ പറ്റുന്ന ആർച്ച് ടവേഴ്സാണ്. കാരണം ലെവൽ 6 ആണ്. നമ്മുടെ ടൗൺ ഹാളിലെയും മാക്സ് ലെവൽസ് പറയുന്നത് 6 ആണ്. സോ 5 മാക്സ് ഡിഫൻസ് ആണ്. സോ എന്തായാലും ജസ്റ്റ് എന്താണെന്ന് കണ്ടറിയാം ഗൈസ്. നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ടാസ്ക് ആവുമെന്ന് തോന്നുന്നത്. ബിക്കോസ് നമ്മളിത് 2 ആർച്ചേഴ്സേ ഉള്ളൂ, ബാക്കി എല്ലാം തന്നെ ഡെഡ് ആയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ഇനി ഒരു 15% കിട്ടാനുണ്ട്. അപ്പോഴേക്കും എന്ത് ചെയ്യും, അടുത്ത ആർച്ചറും കൂടി ഡെഡ് ആവാനുള്ള സിറ്റുവേഷനാണ്. ബിക്കോസ് നമ്മുടെ കെനോണിൻ്റെ റേഞ്ചിലാണ് അടുത്ത ആർച്ചർ വന്നിരിക്കുന്നത്. ഓക്കെ ഗൈസ് 38% കിട്ടിയിട്ടുണ്ട്. സോ എന്താണെന്ന് എനിക്ക് കണ്ടറിയാം. ഓൾമോസ്റ്റ് 1 ആർച്ചർ ലെഫ്റ്റ്, 40%. സോ ഒരു 10% കിട്ടുന്ന തോന്നുന്നില്ല ഗൈസ്. എന്തായാലും ഞാൻ സ്റ്റെപ്പ് സ്കിപ്പ് അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്യാണ്. സോ 18 ട്രോഫീസ് നമ്മുടെ കയ്യിൽ പോയിട്ടുണ്ട്. സോ എനിവേസ് ഗൈസ് ഇനി ഒരു 80 ട്രോഫീസ് കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി 1000 ട്രോഫീസ് എന്നുള്ള ടാർഗറ്റ് കംപ്ലീറ്റ് ആവുന്നതാണ്. സോ എന്തായാലും ഗൈസ് അടുത്ത ആർമി ഒന്ന് ട്രെയിൻ ആവാൻ ഒരു മിനിറ്റ് എടുക്കും. സോ ആ മീൻ ടൈം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ആർമി ട്രെയിൻ. സോ നമ്മൾ നേരെ അറ്റാക്ക് എടുക്കുകയാണ്. സോ ഗൈസ് അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ബേസ് നോക്കുകയാണെങ്കിൽ ഒരു 16 ട്രോഫി ബേസാണ്. സോ നമുക്ക് എന്തായാലും അറ്റാക്ക് എടുക്കാം. സോ ഞാൻ എന്തായാലും എ ഡിഫൻസ് ടാർഗറ്റ് ചെയ്യുന്ന രീതിക്കാണ് ആക്ച്വലി
ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. സോ നമ്മളത് ജസ്റ്റ് ഡിഫൻസിന് രീതിക്ക് ജസ്റ്റ് ട്രൂപ്സിനൊക്കെ ഒന്ന് സ്പാം ചെയ്ത് കൊടുത്തു. സോ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ബേസ് 3 സ്റ്റാർ ചെയ്യുന്ന രീതിക്ക് നോക്കാം. സോ അത് ജസ്റ്റ് ഒരു വാൾ ബ്രേക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സോ വാൾ ബ്രേക്ക് സക്സസ്ഫുൾ. സോ പെട്ടെന്ന് തന്നെ എല്ലാ ട്രൂപ്സിനും നമ്മൾ ഡിപ്ലോയ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ അത് ഈ വിസാർഡ്സ് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിപ്ലോയ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ മൊർട്ടാർ കട്ടായി കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഒരു എയർ ഡിഫൻസ് കൂടി ഉണ്ട്. സോ ഒരു മൊർട്ടാറും കൂടി ലെഫ്റ്റാണ്. സോ എന്തായാലും അത് നമ്മുടെ ബാക്കിയുള്ള ട്രൂപ്സ് എടുത്തിരുന്ന് കരുതുന്നു. സോ ലാസ്റ്റ് ലൂണും കൂടി ഡെഡ് ആയിട്ടുണ്ട് ഗൈസ്. സോ അത്യാവശ്യം നല്ല ടാസ്ക്കായി തോന്നുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഗ്രൗണ്ട് ട്രൂപ്സ് അത്യാവശ്യം എല്ലാം തന്നെ ലൈവാണ്. സോ പെട്ടെന്ന് തന്നെ 3 സ്റ്റാർ എടുത്തിട്ടെന്ന് വിചാരിക്കുന്നു. സോ 44%, 47% നോക്കുകയാണെങ്കിൽ നമ്മുടെ മൊർട്ടാർ കൂടി കിട്ടുകയാണെങ്കിൽ ആക്ച്വലി ഗൈസ് നമുക്ക് നല്ല വാല്യൂ കിട്ടിയിട്ടുണ്ടാവും. 52%. സോ നോക്കുകയാണെങ്കിൽ നമ്മൾ വിസാർഡ്സ് ആക്ച്വലി ടൗൺ ഹാളിലോട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആണെങ്കിൽ 54%, 57% അത്യാവശ്യം എന്ത് ചെയ്യുക വിസാർഡ്സ് നല്ല രീതിക്ക് ടൗൺ ഹാൾ എടുത്ത് കൊണ്ടിരിക്കുന്നുണ്ട്. സോ നോക്കുകയാണെങ്കിൽ ഓക്കെ ഗൈസ് ടൗൺ ഹാൾ കിട്ടിയിട്ടുണ്ട്. സോ ആണെങ്കിൽ 59% ആയിട്ടുണ്ട്. പിന്നെ ആക്ച്വലി 2 ഡിഫൻസും കൂടി ഉണ്ട്. സോ അതും കൂടി കിട്ടുമോ നമുക്ക് ജസ്റ്റ് കണ്ടറിയാം ഗൈസ്. കാരണം 62%, ഓൾമോസ്റ്റ് 2 minutes ലെഫ്റ്റ്. ആക്ച്വലി ടൈം ഫെയിൽ ആവാൻ ചാൻസ് കുറവാണ്. പക്ഷേ ആക്ച്വലി നമ്മുടെ ഡിഫൻസ് ട്രൂപ്സിനെ ഡെസ്ട്രോയ് ചെയ്യാതിരിക്കണം. സോ കടെ ആകെ 3 വിസാർഡ്സേ ഉള്ളൂ. സോ എന്താണെന്ന് കണ്ടറിയണം ഗൈസ്. 70% ആയിട്ടുണ്ട്. സോ കടെ ഇടയിലൊരു സ്റ്റോറേജ് ഉണ്ട്. അത് അത്യാവശ്യം നല്ല ഹെൽത്തുള്ളൊരു ബിൽഡിംഗ് ആണ്. സോ അവിടെ ഒരു ടൈം ലാഗ് വരാൻ ചാൻസ് ഉണ്ട്. സോ അതൊരു മൊർട്ടാറിന് റേഞ്ചിലും കൂടി പെടുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സീനാവുന്നതാണ്. പിന്നെ ആക്ച്വലി ആർച്ചേഴ്സ് നല്ല രീതിക്ക് തന്നെ ഡാം തരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആക്ച്വലി മൊർട്ടാർ വരുന്നതിനെക്കാട്ടും സ്പീഡ് അറ്റാക്കുമാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ഡാമും കിട്ടിയിട്ടുണ്ട്. ഓക്കെ 77%. സോ നോക്കുകയാണെങ്കിൽ 10 ട്രോഫീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആക്ച്വലി ട്രെയിനിങ് യൂസ് ചെയ്ത് ആർമി പെട്ടെന്ന് ട്രെയിൻ ചെയ്ത് നമ്മൾ അറ്റാക്ക് എടുത്തു. പിന്നെ നോക്കുകയാണെങ്കിൽ ട്രെയിൻ ബൂസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ ആക്ച്വലി പക്ക ടൈമിങ്ങിന് കയറി നമ്മൾ അറ്റാക്ക് എടുത്തു. പിന്നെ നോക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ബൂസ്റ്റ് ഇട്ട് നമ്മൾ അറ്റാക്ക് എടുത്തു. അപ്പോൾ ഇൻ ടോട്ടൽ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ അറ്റാക്ക് എടുത്ത് എന്നിട്ട് നമുക്ക് ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫൈനലി ഒരു 59 ട്രോഫീസ് നമ്മൾ ഷോർട്ടേജ് വന്നിരിക്കുകയാണ്. കാരണം നമുക്ക് കിട്ടുന്ന ട്രോഫീസൊക്കെ വളരെ തുച്ഛമാണ്. ഓൾമോസ്റ്റ് 5 ട്രോഫി 10 ട്രോഫി അല്ലെങ്കിൽ കൂടുതൽ ട്രോഫീസ് ഉള്ള 20-25 ട്രോഫിയുള്ള ബേസൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യണമെങ്കിൽ നമ്മളിന്ന് അറ്റാക്ക് ലോസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് വരുന്ന അത്രയും നല്ല ഡിഫൻസുള്ള ബേസൊക്കെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ CC ഒക്കെ ബേബി ഡ്രാഗൺസും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ നല്ല രീതിയിൽ പണി കിട്ടി നിങ്ങൾ കണ്ടു. സോ അപ്പോൾ അതൊക്കെ കൊണ്ട് ആക്ച്വലി ഇനി ഞാൻ ഫർദർ മോർ അറ്റാക്ക് എടുക്കുകയാണെങ്കിൽ ഉള്ള ട്രോഫീസ് ലോസ്റ്റ് ആവാനുള്ള ചാൻസാണ്. സോ അപ്പോൾ എന്തായാലും ഞാൻ അത് ചെയ്യുന്നില്ല. ജസ്റ്റ് 59 ട്രോഫീസ് അല്ല, അതൊരു 1-2 ഡേയ്സിൽ ആക്ച്വലി അറ്റാക്ക് ചെയ്ത് നമ്മൾ എത്തിക്കും. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.